ആൾക്കാരാണ് എന്താ പറയാ, സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് ഏറ്റെടുത്ത ഞാൻ വളരെ കുറച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. എങ്കിലും അവരെ ഒന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒരു കയ്യടി എനിക്ക് തോന്നുന്നു അവർക്ക് കൊടുക്കാം. നമ്മളിപ്പോ 90 എണ്ണം കഴിഞ്ഞില്ലേ? യെസ്. ആൻഡ് റിയാക്ഷൻ ബോക്സിൽ നിന്നൊരു നല്ല ഹൃദയവും അവർക്കൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. താങ്ക് യു. അപ്പോ ഈ വേദി ഇന്നത്തെ 91ാമത്തെ ഉറവിന് ക്ഷണിക്കാൻ സ്വാഗതം പറയാനായിട്ട് നമ്മുടെ സെക്രട്ടറി സൈജു സേവ്യറിനെ ക്ഷണിക്കുകയാണ്. ഹലോ, ഗുഡ് ഈവനിങ്. ഞാനിന്ന് പുറത്താണ്, അത് കാരണം സൗണ്ട് കേൾക്കാലോ അല്ലേ? കേൾക്കാം. നമ്മുടെ ആദരണീയനായ സലീന മാഡം, നമ്മുടെ എറണാകുളം KCTTUവിന്റെ പ്രസിഡന്റ് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉറവിന്റെ തീരത്ത് നമ്മൾ ഇതുപോലെ ഒത്തുകൂടാൻ തുടങ്ങിയിട്ട് 90 എണ്ണം കഴിഞ്ഞു. 90 എപ്പിസോഡ്സ് കഴിഞ്ഞു. അപ്പൊ അതിന് നമുക്ക് കഴിഞ്ഞത് നമ്മളെല്ലാവരുടെയും ഭാഗ്യമാണ്. നമുക്ക് അത്രയും എപ്പിസോഡ്സ് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യാൻ, അത്രയും കാര്യങ്ങൾ നമ്മുടെ നോട്ടായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഓരോ എപ്പിസോഡും ഓരോ കാര്യങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളുടെ ഈ വീഡിയോ ഓൺ ചെയ്തവരും ഓൺ ചെയ്യാത്തവരും ശ്രദ്ധിച്ചാൽ കുറെ പേര് ട്രാവലിംഗിലാണ്, കുറെ പേര് വിദേശത്താണ്. അവരെല്ലാവരും നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഈ ക്ലാസ് ജോഷി ജോർജ് എന്ന സാറിന്റെയാണ്. സാറിനെ അറിയുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. സാറ് ഒരു മൈൻഡ് പവർ ട്രെയിനറാണ്. അതുകൂടാണ്ട് സാറിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. സാറിനെ പരിചയപ്പെടുത്തും. അപ്പോ സാറിന്റെ ക്ലാസ് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്റെ ഉത്തരവാദിത്വം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ എറണാകുളം KCTUവിന്റെ പ്രസിഡന്റ് നമ്മുടെ സലീന മാമിനെ തന്നെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇന്ന് ക്ലാസ് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ക്ലാസ് മൈൻഡ് മാസ്റ്ററി എന്നുള്ള വിഷയമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ജോഷി സാറാണ്. സാറിനെ എല്ലാ ആദരവോടും കൂടി എല്ലാവരുടെ അനുവാദത്തോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം സർ. അടുത്തതായിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ ഈ ക്ലാസ്സിന് നമുക്ക് മികവ് കൂട്ടുന്നത്. നമുക്ക് ഒരുപാട് തിരക്കുണ്ടായിട്ടും നമ്മുടെ ഈ ക്ലാസ്സിന് നമ്മൾ ഈ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നമ്മുടെ ഈ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇന്നത്തെ ഇതിന് നമ്മള് ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. എന്നാലും ഇന്ന് സ്വാഗതം ആശംസിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പോൾ പടയാട്ട് സാറുണ്ട്, നമ്മുടെ PV ജോസഫ് സാറുണ്ട്, MK പ്രസാദ് സാറുണ്ട്. എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഇന്ന് ഈ 91ാം എപ്പിസോഡിലെത്തി നിൽക്കുമ്പോ ഞാൻ ജോസഫ് സാറ് വീണ്ടും വന്നുകൊണ്ട് ഒന്നും കൂടി പറയാണ്, ഈ 90 എണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ജോസഫ് സാറിനെ ഞാൻ ഒന്ന് കയ്യടിയൊക്കെ തന്നായിരുന്നു. അന്നേരം സാർ എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ എന്റെ ഹൃദയവും തന്ന് എല്ലാവരെയും കൊണ്ടും കയ്യും അടുപ്പിച്ച് തരുന്നുണ്ട്. കാരണം അത്രയധികം എഫേർട്ട് ഈ 90 പേരെ സംഘടിപ്പിക്കുന്നതിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ കുറച്ച് എണ്ണം സംഘടിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത്. ഇന്നിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള ഒരാളാണെന്നുള്ളതാണ്. പത്രവുമായിട്ട് ബന്ധപ്പെട്ട് കാർട്ടൂണിസ്റ്റ്, പിന്നെ സക്സസ് എന്താണ് മറന്നില്ല എന്റെ മനസ്സിൽ, സക്സസ് ജേർണി അതുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ മൈൻഡ് മാസ്റ്റർ ട്രെയിനിങ്, അങ്ങനെ പലവിധ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകാരൻ ഒക്കെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ജോഷി സാറ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ജോസഫ് സാർ വരും. എങ്കിലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഉറവ് സീരീസ് നമുക്ക് ഒരുപാട് അറിവുകൾ പലവിധ മേഖലകളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. അത് ആ പലവിധ മേഖലകളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈവിധ്യമാർന്ന ആ ഒരു ടോപ്പിക്സിൽ നമുക്ക് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് വീണ്ടും വീണ്ടും ഒന്ന് കേൾക്കാനോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാനോ ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഈ ഒരു
ഉറവ് വിജയിപ്പിക്കുന്നതിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇന്ന് എത്തിയിരിക്കുന്ന ജോഷി ജോർജ് സാറിന് ഒരിക്കൽ കൂടി കേൾക്കാൻ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി വെൽക്കം പറയാണ് എന്റെ ഭാഗത്തുനിന്ന്. ഡോക്ടർ പി വി ജോസഫ് സാറിനെ ക്ഷണിക്കുകയാണ് സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. താങ്ക് യു. താങ്ക് യു. ആ സമയത്ത് നെറ്റ് കിട്ടാതെ വന്നു. ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ലിങ്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ ലാപ്ടോപ്പിലേ കാണാറുള്ളൂ. അപ്പോൾ ഇന്നേരം സാധിച്ചില്ല. തൽക്കാലം മൊബൈൽ ലാപ്ടോപ്പൊക്കെ ഇരിക്കുകയാണ്. സാറ് ഞാൻ കുറേ സംസാരിച്ചിരുന്നു കുറച്ച് മുമ്പ്. നമ്മുടെ എറണാകുളത്തുകാരനാണ്. ബേസിക്കലി പത്രപ്രവർത്തകനാണ് അദ്ദേഹം. പ്രൊഫഷണലി പത്രപ്രവർത്തകനാണ്. പത്രബന്ധപ്പെട്ടാണ് ഇപ്പോഴും കൂടുതലും പ്രവർത്തിച്ചു വരുന്നത്. സാറിൻ്റെ പ്രവർത്തനത്തിൽ പറയുകയാണെങ്കിൽ ഒട്ടേറെ സ്ഥാനങ്ങളിൽ സാറ് ഇരുന്നുണ്ട്. കൂടുതൽ എഡിറ്റോറിയൽ ബോർഡുകളിലാണ്. ഇപ്പോൾ അതൊക്കെ ദീർഘകാലം കേരള ടൈംസ് എന്ന് പറഞ്ഞ പത്രം ഉണ്ടായിരുന്നു പണ്ട്. നമ്മുടെ ലാറ്റിൻ കാത്തലിക്സിന്റെ ഒരു പത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ പത്രാധിപരായിട്ട് വളരെ കാലം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രസന്റ്ലി പിന്നെ സത്യാദം സപ്ലിമെന്റ് ഉണ്ട്. ആ സത്യാദം സപ്ലിമെന്റിന്റെ എഡിറ്ററാണ് ഇപ്പോൾ. പിന്നെ കാർട്ടൂണിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇൻക്വസ്റ്റ്, കോർപ്പറേറ്റ് ടുഡേ എന്നീ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹം കാർട്ടൂണിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കുടുംബ വിജ്ഞാന കോശം അത് മനാസ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചാണ്. അതിൻ്റെ പത്രാധിപ സമിതി അംഗമായിരുന്നു. ടിക് ടിക് വിനോദ ദൈവാരിക ഒരു ബൈവീക്ലി ഉണ്ട്. ടിക് ടിക് എന്ന് പറയുന്ന ഒരു വിനോദ ദൈവാരികയാണ്. അതിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. ന്യൂ ഏജ് പത്രാധിപ സമിതി അംഗമായിരുന്നു. സുജീവിതം അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സംഗമ ന്യൂസ് വാരികയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ വീക്കിലികളിലും പത്രങ്ങളിലും അദ്ദേഹം എഡിറ്ററായിട്ടും അസോസിയേറ്റ് എഡിറ്ററായിട്ടും എഡിറ്റോറിയൽ ബോർഡ് മെമ്പറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് പത്രപ്രവർത്തക രംഗത്ത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെല്ലാം. ഇപ്പോൾ ഷിക്കാഗോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വാചകൻ ന്യൂസ് വാരികയുടെ പത്രാധിപരാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പത്രാധിപർക്കായിട്ട് ഏർപ്പെടുത്തിയ KT തര്യൻ സ്മാരക വാർത്താ അവാർഡ് അദ്ദേഹത്തെ തേടി എത്തിയേണ്ടത് 2002. ജീവൻ ടിവിയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ചുറ്റുവട്ടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മികച്ച വാർത്താധിഷ്ഠിത പരിപാടിക്കുള്ള ഫിലിം സിറ്റി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പുസ്തകം വിജയിക്കാൻ മനസ്സ് മാത്രം മതി എന്ന പുസ്തകത്തിന് മികച്ച കൃതിക്കുള്ള നവരസം സംഗീത സഭാ പുരസ്കാരം കിട്ടി. അതുപോലെ സക്സസ് പിരമിഡ് എന്ന പുസ്തകത്തിന് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചു. TM ചുമ്മാർ സ്മാരക ഭാഷാമിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കേരള കാർട്ടൂൺ അക്കാദമി സ്ഥാപക അംഗമാണ് അദ്ദേഹം. അതുപോലെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക യൂണിയൻ പത്രപ്രവർത്തക സമിതി അംഗം എന്നീ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ പഠന കേന്ദ്ര സെക്രട്ടറിയും ട്രഷററുമായിരുന്നു. ആക്ട് കേരള ചെയർമാൻ. അതുപോലെ സ്വരൂപം, 13 മർഡേഴ്സ്, ഹെലൻ കെല്ലർ, ഇരുളിന്റെ വെളിച്ചം, ജയന്റെ കഥ, മോഹൻലാൽ, നടന വിസ്മയത്തിന്റെ ഇതിഹാസം, ഇനിയും മരിക്കാത്ത കാർട്ടൂൺ ലോകം, വിജയിക്കാൻ മനസ്സ് മാത്രം മതി, അസാധ്യമായതിനെ സാധ്യമാക്കാൻ, സക്സസ് പിരമിഡ്, കമലഹാസൻ, ജീവിതം സിനിമ രാഷ്ട്രീയം, ചിത്രതരംഗം, KS ചിത്രയുടെ ജീവിതകഥയാണ്. അത്ര പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. കിഴക്കമ്പല താമസം. അപ്പോൾ ഒരു ഗ്രന്ഥകർത്താവ് എന്ന നിലയ്ക്ക് ഒട്ടേറെ പുസ്തകങ്ങൾ രചിക്കേണ്ടായി. അതിന് പലതിനും അവാർഡ് ലഭിച്ചു. പത്രപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒട്ടേറെ അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. മുൻകാലത്തും ഇപ്പോഴുമായിട്ട് അദ്ദേഹം ഇപ്പോഴും ആക്റ്റീവായിട്ട് എഡിറ്റോറിയൽ രംഗത്ത് നിലകൊള്ളുന്നു. പക്ഷേ ഇതൊന്നുമല്ല അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അദ്ദേഹത്തിന്റെ സക്സസ് പിരമിഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതായത് ജീവിതം, ലോകം നന്നാവണമെങ്കിൽ കുടുംബം നന്നാവണം. അപ്പോൾ കുടുംബം നന്നാക്കുക, അച്ഛനമ്മ മക്കൾ അത് തമ്മിലുള്ള ബന്ധം, കമ്മ്യൂണിക്കേഷൻ അത് സുദൃഢമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോട് തുടക്കമിട്ട പ്രസ്ഥാനമാണ്. ആരോഗ്യമായൊരു ജീവിതവും സന്തോഷകരമായൊരു കുടുംബവും സൗഹൃദത്തിലൂടെ വിജയവും എങ്ങനെ കെട്ടിപ്പിടിക്കാമെന്നതിൽ ആ ഊന്നൽ നൽകുക, അതാണ് ആ പിരമിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സക്സസ് പിരമിഡ് എന്ന പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഫൗണ്ടറാണ് അദ്ദേഹം. അതിന്റെ ആക്റ്റീവായിട്ടുള്ള ലീഡറും എല്ലാം അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ അദ്ദേഹം, പിന്നെ ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം PP വിജയന്റെ കൂടെ മൈൻഡ്
പവറിലായിരുന്നു വളരെ കാലം വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടി പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായി. അങ്ങനെ മൈൻഡ് മാസ്റ്ററിൽ അദ്ദേഹം ഒരു അച്ചീവറായി മാറി. ഇപ്പോൾ അദ്ദേഹം മൈൻഡ് മാസ്റ്ററി വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ഞാൻ ജോഷി ജോർജ് സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പരിചയപ്പെടുത്തട്ടെ. ഓവർ. നമസ്കാരം. KCTU അംഗങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം മനഃശക്തിയുമായി അല്ലെങ്കിൽ ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരെയും പുതിയൊരു തലമുറയെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ക്രിയേറ്റർമാരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്ത് പറയുന്നു? കേൾക്കാലോ അല്ലേ? ഒരു സെക്കൻഡ് സാറേ, സാറിന്റെ മുഖം നെറ്റി വരെ കാണുന്നുള്ളൂ. ഒരു ഇത്തിരിയും കൂടി. റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മനുഷ്യരിലെ എല്ലാവരും വിജയിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷേ ഒരു 80% ആളുകളും നല്ല എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയോ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ബാക്കി 15% ആളുകളാണ് ജീവിതത്തെ ആസ്വദിച്ച് അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതിലും കേവലം 1% ആളുകളാണ് ഈ ലോകത്തെ മാറ്റിമറിക്കുന്നത്. മഴയിലൂടെ മാറ്റിമറിക്കെടുക്കുന്ന 1% ആളുകളാണ്. അപ്പോൾ 85% ആളുകൾക്കും ആ മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ജീവിത വിജയം നേടാനാകാതെ മാനസികമായ സംഘർഷത്തിൽ അകപ്പെട്ട് ക്ലേശകരമായി ജീവിച്ച് മരിച്ചു പോവുകയാണ്. അതിന്റെ കാരണം അവരറിഞ്ഞോ അറിയാതെയോ അവരിൽ മിക്കപ്പോഴും വരുന്നത് അശുഭ ചിന്തകളാണ്. നെഗറ്റീവ് തോട്ട്സ്. ചിന്ത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട ധനമാണ്. അപ്പോൾ ഈ ചിന്ത നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ നെഗറ്റീവായി പോവുകയാണ്. അത് പോസിറ്റീവ് ആവുമ്പോൾ ശുഭചിന്തകളുമായി നടക്കുന്നവരാണ് അറിഞ്ഞോ അറിയാതെ ഈ 15% ആളുകൾ. ആ 15% ആളുകളുടെ പ്രഭയും അവരുടെ ഉണർവും കൊണ്ടാണ് ലോകം ഇത്രയെങ്കിലും മനോഹരമായി മുന്നോട്ട് പോകുന്നത്. അതിൽ 1% ആളുകളുടെ പട്ടികയിലേക്കും നമുക്ക് എത്താം. നമ്മൾ എന്തായാലും ഈ 85% ആളുകളുടെ പട്ടികയിൽ ആവരുത്, 15% ആളുകളുടെ പട്ടികയിൽ ഇപ്പോൾ തന്നെ ആകണം. അതിൽ വേണമെങ്കിൽ 1% ആളുകളുടെ പട്ടികയിലേക്കും നമുക്ക് പോകാവുന്നതാണ്. അങ്ങനെ ആ 1% ആളുകളുടെ പട്ടികയിൽ വരുന്നതാണ് മഹാത്മാഗാന്ധി, ശ്രീ ബുദ്ധൻ, അതുപോലെ തന്നെ അബ്ദുൽ കലാം, മദർ തെരേസ, ശ്രീനാരായണ ഗുരു. ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ആ 1%ത്തിന്റെ പട്ടികയിൽ വന്നിട്ടുള്ളവരാണ്. ആ 1%ത്തിന്റെ പട്ടികയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അവര് ചിലപ്പോ ഒരു പഞ്ചായത്തിന്റെ പോലും മെമ്പറായിരുന്നു വരില്ല. അവര് അധികാരങ്ങളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു വരില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഈ ലോകത്തെ നയിക്കുന്നവരായി മാറുന്നത്? അവരുടെ തോട്ട്സ്, ചിന്തകളാണ്. അവരുടെ മനോഹരമായ ചിന്തകൾ, ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ ഫോളോവേഴ്സായി മാറുന്നു. ഇപ്പോ മഹാത്മജിക്ക് നമ്മൾ സാധാരണ പറയാറുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്ഥാനവും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മദർ തെരേസയ്ക്കും ഒരു അധികാര സ്ഥാനമില്ല. നേരെ മറിച്ച് അബ്ദുൽ കലാമിന് അധികാര സ്ഥാനം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു. പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് അവരുടെ പോസിറ്റീവ് തിങ്കിങ് വലിയൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്ത വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഒരു മനുഷ്യൻ പുരോഗതിയുടെ പരമോന്നതിയിലെത്തുന്നതും പരാജയത്തിന്റെ പടുകുഴിയിലെത്തുന്നതും ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിനെ ആശ്രയിച്ചാണ്. ഈ ആറ്റിറ്റ്യൂഡ് ഒരു വാഹനമാണെങ്കിൽ, നമ്മളൊന്ന് സങ്കല്പിക്കുക, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വാഹനമാണെങ്കിൽ ആ വാഹനത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ഇന്ധനമാണ് എന്താണെന്ന് പറയാമോ? ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വാഹനത്തെ ചലിപ്പിക്കാൻ പറ്റുന്ന ഇന്ധനമാണ് അതെ, നമ്മുടെ ചിന്തകൾ. അപ്പോ ഈ ചിന്തയാണ്
ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അവൻ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെയാണ് ആ വ്യക്തി. ചിന്തയിൽ നിന്നാണ് അവൻ രൂപപ്പെടുന്നത്. അപ്പൊ ചിന്ത ഏറ്റവും പവിത്രീകരിക്കുക. ഈ ചിന്ത എന്നുള്ളത് ഒരു ദിവസം നമ്മൾ അനേകം ചിന്തകൾ വരുന്നുണ്ട്. അതിനെ ശരിക്കും കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിന്തകൾ ഏതാണ്ട് 30-35,000 ചിന്തകൾ മുതൽ 60-65,000 ചിന്തകൾ വരെ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ തലച്ചോറിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. അതിലൊരു 10-12 ചിന്തകൾ ഇങ്ങനെ ആവർത്തിച്ചു വരും. നമ്മൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അതിങ്ങനെ ഇടിച്ചു കയറി നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ചിന്ത മെച്ചമുള്ളതാണെങ്കിൽ, ആ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ 15% പട്ടികയിൽ ഓട്ടോമാറ്റിക് ആയിട്ട്. നേരെ മറിച്ച് അതിലെ അശുഭ ചിന്തകൾ കൊണ്ട് നിറയുകയാണെങ്കിൽ നമ്മൾ എത്ര അക്കാദമിക് യോഗ്യത ഉണ്ടായാലും എത്ര സമ്പത്ത് ഉണ്ടായാലും നിരാശയുടെ അല്ലെങ്കിൽ വിജയത്തിന്റെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ, സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം, ചില ആളുകൾ എപ്പോഴും എന്ത് പറഞ്ഞാലും എന്ത് അസ്വസ്ഥതയാണ് അവർക്ക്, എന്തൊരു ചൂട്, അല്ലെങ്കിൽ എന്തൊരു കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഇങ്ങനെ എല്ലാം മോശമാണ്, എല്ലാം മോശം. അങ്ങനെ പല നാളുകൾ ഈ മോശം പറയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി അവിടെ അത് പേസ്റ്റ് ആവുകയാണ്. അങ്ങനെയാണ് ഈ നമുക്കൊരു സ്വരൂപം ഉണ്ടായി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഇത്തരം നെഗറ്റീവ് ചിന്തകളിലേക്ക് പോകരുത്. കാരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്, നമ്മുടെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് വരദാനമായി തന്നിരിക്കുന്ന ചിന്തകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാണ്ട് 60-65,000 ചിന്തകൾ വരെ ഈ 24 മണിക്കൂറിനുള്ളിൽ തലച്ചോറിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു വലിയ സംഭവമാണ് നമ്മുടെ ഈ തലച്ചോർ. അപ്പോൾ അതിന് ഏറ്റവും നല്ല സംഗതികൾ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സംഗതികൾ പുറത്തേക്ക് വരും. മോശം കൊടുത്താൽ മോശമായിരിക്കും അതിന്റെ റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് നല്ല ചിന്തകൾ അടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പോവുക. അതിന് നിങ്ങളിൽ ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ട്രെയിനേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആരംഭം കുറിച്ച ആ വ്യക്തിയെ ഞാൻ ഇപ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. കാരണം ഇത്രയും ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1-2 വ്യക്തികളുടെ ആലോചനയിൽ നിന്നായിരിക്കും ഇത് വന്നിട്ടുള്ളത്. അവിടെ മറ്റൊരു സംഗതി കൂടി പറയാം. ലോകത്തിൽ ഈശ്വരൻ ദൈവം സൃഷ്ടിച്ചതൊഴികെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതൊഴികെ കാണുന്ന സകലമാന സംഗതികളും മനുഷ്യന്റെ ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ചിന്ത അത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത്. ചിന്തയിലൂടെ അല്ലാതെ ഒരു സംഗതിയും ഉണ്ടാകുന്നില്ല. ലോകത്ത് ഒരു വസ്തു നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു, അത് 2 പ്രാവശ്യം നിർമ്മിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, താജ്മഹൽ, ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പ്രിയതമയായ മുംതാസിന്റെ സ്മരണയ്ക്ക് വേണ്ടി താജ്മഹൽ നിർമ്മിച്ചു. എന്നാൽ ഈ താജ്മഹലിന്റെ ഒരു കല്ല് പോലും അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. അദ്ദേഹം പല രാജ്യങ്ങളിൽ നിന്നായി ഒത്തിരി ആളുകളെ കൊണ്ടുവരികയും അവരത് പണിയുകയും ചെയ്തു. പക്ഷെ അതല്ല അതിന്റെ സവിശേഷത. ആ വ്യക്തിയുടെ തലച്ചോറിൽ, അല്ലെങ്കിൽ ആ ചിന്തയിലാണ് ആദ്യം താജ്മഹൽ രൂപം കൊണ്ടത്. അവിടെയാണ് ആദ്യം ഉണ്ടായത്. അതുകൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഷാജഹാൻ എന്ന് ഉള്ള ഉത്തരം കൊടുക്കേണ്ടി വരുന്നത്. കാരണം ഷാജഹാന്റെ ചിന്തയിലാണ് അങ്ങനെ ഒന്നും ഉണ്ടായത്. അതിനുശേഷം ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ജോലിക്കാരെല്ലാം കൂട്ടി അത് ഭൂമിയിൽ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സംഗതികൾ അവന്റെ ചിന്തകളിൽ നിന്ന് മാത്രമല്ലാതെ ഉണ്ടാകാൻ കഴിയുകയില്ല. ഇപ്പോ നമുക്കറിയാം, ഈ സമയത്ത് തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്ര 1000 എയ്റോപ്ലെയിനുകളാണ് പറന്നുയർന്നു പോകുന്നത്. ഇത് 2 കുട്ടികളുടെ ചിന്തയിലുണ്ടായ ആ ആശയമാണ്. കുട്ടികളുടെ മാത്രമല്ല, ലോകത്തുള്ളവർക്കെല്ലാം പറക്കണമെന്ന് മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പറക്കുക എന്നുള്ളത്. ഒരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി വലിയ മലയുടെ മുകളിൽ പോയി വലിയ ചിറക് പോലെയൊക്കെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചവരും ബലൂണിൽ സഞ്ചരിച്ചവരും ഒക്കെ ഉണ്ട്. അത് പൊട്ടി താഴെ വീണവരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ റൈറ്റ് സഹോദരന്മാരെന്ന് പറയുന്ന 2 കുട്ടികൾ, അമേരിക്കയിലെ ബ്രദറൻ സഭയുടെ ഒരു ബിഷപ്പിന്റെ 2 കുരുത്തം കെട്ട കുട്ടികളെന്ന് വീട്ടുകാരും നാട്ടുകാരും മുദ്ര കുത്തിയ 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള 2 പേർ.
ഈ രണ്ടു പേരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന കടയുടെ ഒരു സഹായികളായി ഇവർ കൂടിയിരിക്കുക. ഇവര് ഭൂമിയിലിരുന്ന് സൈക്കിൾ റിപ്പയർ ചെയ്യുമ്പോഴും അവരുടെ ചിന്ത എങ്ങനെ ആകാശത്തുകൂടി പറക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. അതിന്റെ തലേ വർഷം അമേരിക്കയിൽ ഒരു വലിയ കോൺക്ലേവ് സംഘടിപ്പിച്ച് ലോകത്തിലെ അതിവിശിഷ്ടരായ സയന്റിസ്റ്റുകളെല്ലാം ഒത്തുകൂടി അവരെല്ലാം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതായത് ഖരവസ്തുക്കളെ ഒന്നും ആകാശത്തുകൂടി പറത്തിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നാണ് അവർ തീരുമാനിച്ചത്. അത് സയൻസ് മാഗസിനുകളിലും പത്രങ്ങളിലും അക്കാലത്തുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ വരികയും ചെയ്തു. പക്ഷെ അത് വായിക്കാൻ ഭാഗ്യമില്ലാത്ത, യോഗ്യതയില്ലാത്ത ഈ രണ്ട് കുട്ടികൾ വീണ്ടും ഭൂമിയിലിരുന്ന് സൈക്കിൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർ പറക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ അവർ ആലോചിച്ച് ഓക്ക് മരം വെട്ടിയെടുത്ത് ഒരു പ്രത്യേക ആംഗിളിൽ അവർ ഉണ്ടാക്കി ഈ രണ്ടുപേരും കൂടി പറന്നു. അത് സയന്റിസ്റ്റുകളുടെ ഒക്കെ അടുത്തെത്തിയപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അത് നടക്കുന്ന കാര്യമല്ല, ഞങ്ങളല്ലേ പറയുന്നത്, വല്ല വിവരം കേട്ട പിള്ളേരും വല്ലതും പറഞ്ഞു വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല, പറക്കാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് വാശി ഒന്നും കൂടെ കൂടി. അവരെന്ത് ചെയ്തു? അവര് വീണ്ടും ഇതുപോലെ ഒന്ന് സംഘടിപ്പിച്ച് അവരുടെ കൂട്ടുകാരനെ ഒരുത്തനെയും കൂടി അതിനകത്ത് കയറ്റി പറന്നു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പറന്ന ആ വെപ്രാളത്തിൽ ഈ കൂട്ടുകാരൻ പേടിച്ച് താഴെ വീണ് മരിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? അവരുടെ ജീവിതാവസാനം വരെ അവർ കേസും പ്രശ്നങ്ങളുമായിട്ട് നടക്കേണ്ടി വന്നു. റൈറ്റ് സഹോദരന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ സഹോദരൻ മരിച്ച ദിവസം പോലും അവർക്ക് പത്രത്തിൽ മുന്നിൽ ഒരു ഇടം കിട്ടിയില്ല. അന്നായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച വിവരം ലോകം മുഴുവൻ അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ടും പ്രാധാന്യം ഇദ്ദേഹത്തിന് കിട്ടുകയും മറ്റുള്ളവർ എവിടെയോ മാറിപ്പോയി. പക്ഷേ അവര് കണ്ടുപിടിച്ച ആ ഒരു തത്വം അല്ലെങ്കിൽ ആ ഒരു രീതി മനുഷ്യനെ വല്ലാതെ മാറ്റിയെടുത്തു. മനുഷ്യൻ ഭൂമിയുടെ മുകളിൽ കൂടി സഞ്ചരിച്ച് പക്ഷി കാണുന്ന പോലെ കാണാൻ പറ്റിയപ്പോൾ അവന്റെ ആശയങ്ങൾക്കും അവന്റെ ഭാവനകൾക്കും ഒക്കെ ചിറക് വിടർന്നു. ലോകത്തിന്റെ പുരോഗതി ചക്രം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് പോലെ ലോകത്തെ മാറ്റിമറിച്ച മറ്റൊരു സംഭവമായി ഈ പറക്കൽ അല്ലെങ്കിൽ ആകാശ സഞ്ചാരം അനുഭവിച്ചവരെല്ലാം ജീവിതത്തിൽ മാറ്റം വന്നു, വലിയ വലിയ മാറ്റങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തയെ വളരെ പെർഫെക്റ്റ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ, ആ ചിന്തയിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ, ഇപ്പൊ ഒരു മനുഷ്യന്റെ വേഷവിധാനം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നേരെ മറിച്ച് അവന്റെ ചിന്ത എന്താണെന്ന് നമുക്ക് പിടികിട്ടില്ല. അപ്പോൾ അവൻ ചിന്തിക്കുന്നത് നല്ലതാവുക, അല്ലെങ്കിൽ അവൻ ഒരു ആശയം ഉണ്ടാകുക, ഒരു ലക്ഷ്യമുണ്ടാകുക, ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പൊ അതിന് വേണ്ടത് നമ്മുടെ ശക്തിയെ കിടക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലല്ല, നമ്മുടെ ഉപബോധ മനസ്സ് എന്ന സംഗതിയായ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ ശക്തിയുടെ 90% കിടക്കുന്നത്. കേവലം 10% നമുക്ക് നേരിട്ട് നിയന്ത്രണമുള്ള നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഉള്ളൂ. ആ 10% വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ അതാകും, ഇത് ചെയ്യും, എന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നെല്ലാം വീമ്പിളക്കുകയും ഒക്കെ നടത്തുന്നത് ഈ കോൺഷ്യസ് മൈൻഡിന്റെ, അതായത് നമുക്ക് നിയന്ത്രിക്കുന്ന ശക്തിയുള്ള മനസ്സ് ആണ്. എന്നാൽ യഥാർത്ഥ ശക്തി കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അത് ഒരു യൂണിവേഴ്സൽ പവറാണ്. ആ യൂണിവേഴ്സൽ പവറിൽ നിന്നാണ് നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ വരുന്നത്. കാരണം നമ്മുടെ ചിന്തകൾ അന്തരീക്ഷത്തിലേക്ക് പോവുകയും അത് വേണ്ടപ്പെട്ടവരിലേക്ക് തിരിച്ചു പോവുകയും അവരിലുള്ള ചിന്തകൾ നമ്മളിലേക്കും വരികയും ചെയ്യുന്ന വലിയൊരു പ്രോസസ്സിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഈ ഭൂമി ലോകത്ത് നമ്മൾ 30,000 ദിവസമാണ് ശരാശരി ഒരു കേരളീയന്റെ ആയുസ്. 30,000 ദിവസം. ആ 30,000 ദിവസം പക്ഷെ നമ്മുടെയൊക്കെ ഇവിടുത്തെ ഭാവവും മട്ടും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്നും അടുത്ത കാലത്ത് പോകുന്നില്ല. എന്നിപ്പോ തമാശയായിട്ട് പറഞ്ഞു, ഒരു പ്രായമായ സ്ത്രീ അവന്റെ ഇളയ മകനോട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, നീ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്നെ ആര് നോക്കുന്നുള്ള ഒരു വലിയ വേവലാതിയിലാണ് ഞാൻ എന്ന് പറഞ്ഞ് അവര് പറഞ്ഞു വളരെ ആത്മാർത്ഥതയോട്. കാരണം അവർക്ക് മരണമില്ല, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ കൊച്ചുമോനും കൂടി മരിച്ചു കഴിഞ്ഞാൽ അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യന്റെ അതുകൊണ്ടാണ് നമുക്ക് വലിയ ഭാരം അനുഭവപ്പെട്ട് നമ്മുടെ ജീവിതം ക്ലേശകരമായി പോകുന്നത്. ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് 7 നക്ഷത്രങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. നക്ഷത്രങ്ങളാണല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്. അതുപോലെ ഒരു നല്ല ട്രെയിനർക്ക് അജ്ഞാതമായ 7 നക്ഷത്രങ്ങൾ, അവൻ പ്രത്യക്ഷത്തിൽ അത് കാണണമെന്നില്ല. ആ 7 നക്ഷത്രങ്ങളുടെ പകിട്ട് പോലെ ഇരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രകാശം വരുന്നത്. ഒന്ന്, അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന, നമ്മുടെ ശരീരത്തിന്
ഉപയുക്തമായ ഭക്ഷണമേ നമ്മൾ എടുക്കാവൂ. രുചി കൂടുതൽ ഉള്ളത് കൊണ്ടോ മധുരം കൂടുതൽ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സവിശേഷത ഉള്ളത് കൊണ്ടോ അത് വാരി വലിച്ച് കഴിക്കുന്നതൊന്നും ഭക്ഷണമല്ല. അതിന് ഭക്ഷണം എന്നല്ല പേര്. പണ്ട് കാലത്ത് നമ്മുടെ ആളുകൾക്ക് വലിയ രുചിയുള്ള സാധനങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ നമുക്ക് എന്താ, രുചി കൂടുമ്പോൾ ആ രുചി കൂടുതലുള്ള വസ്തുക്കളെ മാത്രം കഴിക്കാൻ. ഇപ്പോൾ ഇറച്ചി, മീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഘടന മനുഷ്യന്റെ ശരീരത്തിനില്ല. കാരണം ഇത് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ബോഡിക്കില്ല. അത് തന്നെയല്ല, ഇത് കഴിക്കുന്ന ജീവികളുടെ, ഇപ്പോൾ മറ്റ് മൃഗങ്ങളുടെ ഒക്കെ അവരുടെ ഉളിപ്പല്ല്, കോമ്പല്ല് ഇതെല്ലാം പച്ചയോടുകൂടി മാംസവും മത്സ്യവും ഒക്കെ കഴിക്കാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പച്ചയോടുകൂടി മാംസവും മത്സ്യമോ കഴിക്കാൻ കഴിയുകയില്ല. ഈ ഇദിയമീനൊക്കെ ഭക്ഷണം അങ്ങനെ പച്ചമാംസം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മനുഷ്യന്റെ മാംസത്തിന് ഇത്തിരി ഉപ്പ് രസം കൂടുതലാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ നേരിട്ട് ആരും കണ്ടിട്ടില്ല. അതിൽ ഇദിയമീൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അല്ല, അങ്ങനെയുള്ള രീതിയിലുള്ള ഈ മാംസത്തെ നമ്മൾ നമ്മുടെ മൂക്കിനെയും കണ്ണിനെയും ഒക്കെ പറ്റിച്ച് അതിൽ മസാലകളെല്ലാം ചേർത്ത് അത് രുചികരമായി പുഴുങ്ങിയോ വേവിച്ചോ അതിൽ വേണ്ടതെല്ലാം ചേർത്ത് കഴിക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ മോശമായ അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങളിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇതിനെ ദഹിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് പറ്റും, ഒരു 10-40 വയസ്സാകുമ്പോൾ ഈ ഭക്ഷണ രീതി തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ കെടുത്തിക്കളയുന്നത്. ഒരു ലോറിയിൽ കൊണ്ടുപോകേണ്ട വസ്തുക്കൾ ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ദിവസം ഈ ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നതുപോലെയാണ് 10-40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പണമെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലതും നമ്മൾ നേടിയിട്ടുണ്ടാവാം. പക്ഷേ ജീവിതത്തിൽ ആരോഗ്യമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാസാമാസം കപ്പം കൊടുക്കുന്നത് പോലെ നമ്മൾ ആശുപത്രിയിലേക്ക് വലിയൊരു തുക നിക്ഷേപിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. രണ്ടാമത്തെ കാര്യം സുഖകരമായ ജീവിതം എന്നുള്ളതാണ് ഹാപ്പിനെസ്. ചില ആളുകൾക്ക് ഒന്നിലും സംതൃപ്തിയില്ല, ഒരു കാര്യത്തിലും സംതൃപ്തിയില്ല. ഒരു കാര്യം നമ്മൾ ആദ്യം ആലോചിക്കുക, നമുക്ക് എല്ലാ കാര്യത്തിലും ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷവും സുഖവും അനുഭവിക്കാൻ, അല്ലെങ്കിൽ അത് ആ രീതിയിൽ കണ്ട് ആസ്വദിച്ചാൽ മാത്രമേ, അല്ലാതെ വലിയൊരു സുഖം ഒരു ദിവസം ഒന്നിച്ച് വരും, ഒരു ലോട്ടറി അടിച്ചതുപോലെ ഇങ്ങനെ കയറി വരുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ആ സുഖം അനുഭവിക്കണം, അല്ലെങ്കിൽ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കണം. ഒന്നും തൃപ്തിയില്ലാത്ത അതൃപ്തിയോടുകൂടിയുള്ള ഒരു ജീവിതം. മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വലിയ വാക്ക്, ഈ ലോകത്ത് സമ്പൽ സമൃദ്ധിയോട് ജീവിക്കാനുള്ള എല്ലാ സംഗതികളും പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത്യാർത്തി പിടിച്ച ഒരു മനുഷ്യന്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള സ്വത്ത് അല്ലെങ്കിൽ വകകളൊന്നും ഈ ഭൂലോകത്തില്ല എന്ന് പറയുന്നത് അവിടുത്താണ്. അതിന്റെ കേവലം 30,000 ദിവസം മാത്രം ജീവിക്കുന്ന മനുഷ്യന്റെ ആർത്തിയും ഭാവവും കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തുനിന്ന് അടുത്ത കാലത്തൊന്നും പോവുകയില്ല. എല്ലാം വെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെട്ടിപ്പിടിച്ച് വരുമ്പോൾ അവന് പിന്നെ മനസ്സിന്റെ സന്തോഷം പിന്നെയും പിന്നെയും വെട്ടിപ്പിടിക്കുക എന്നുള്ളതിലാകുന്നത് കൊണ്ട് ഒരു കാലത്തും അവന് അത് ആസ്വദിക്കാൻ കഴിയുകയില്ല. 3, അധികാരം കയ്യിലുള്ള അവസ്ഥ. പലപ്പോഴും നമുക്ക് അങ്ങനെ അധികാരം, ഒരധികാരവുമില്ലാത്തവരും ആണ് ഈ 1% ആളുകളിലേക്ക് പോയി മദർ തെരേസ, മഹാത്മാഗാന്ധി ഒക്കെ പറഞ്ഞു. അത്തരത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആശയം ഒരു വലിയ അധികാരമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഇത്. അല്ലാതെ നമ്മളെല്ലാ രീതിയിൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നതൊക്കെ നല്ലതാകുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും സാധുക്കളായ മനുഷ്യന് കൂടി ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്യുക. അധികാരം എന്നുള്ളത് വലിയ ഗർവിന്റെ ഭാവമല്ല, അവർക്ക് നമുക്ക് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടായി വരുന്നു. ഒന്നുകിൽ സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് അത് ഏറ്റവും മനോഹരമായി ചെയ്യുക. നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ വിഷമത്തോടുകൂടി പ്രയാസത്തോടുകൂടി പോകാൻ ഇടവരുത്താതെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടുക, ഒരു ആശ്വാസവാക്കെങ്കിലും പറഞ്ഞു കൊടുത്തു വിടാൻ കഴിയുന്ന ഒരു അധികാരം അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് വേണ്ടത്. 4ാമത്തെ നക്ഷത്രമാണ് നമ്മൾ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു നക്ഷത്രമാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. റിലേഷൻഷിപ്പ് എന്നുള്ളത് ഭാര്യ ഭർത്തൃ കുടുംബ ബന്ധം മാത്രമല്ല, ഈ ലോകത്തോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്. ഒരു വ്യക്തി അവന്റെ 70% സുഹൃത്തുക്കൾ വഴിയുള്ള വിജയമാണ് 70% ഒരു വ്യക്തിക്കുണ്ടാകും. നമുക്ക് എത്ര അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും പരസ്പരം സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന ആ നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം
എത്ര സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതില് സാമൂഹികമായ ബന്ധമുണ്ടാക്കുക. നമുക്ക് ഈ ലോകത്തോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങൾ എടുത്തു, നമ്മളിപ്പോൾ 10-15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പ് ചായയോ കാപ്പിയോ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷെ ഈ 10 രൂപ 15 രൂപയും കൊണ്ട് നടന്നാൽ യഥാർത്ഥത്തിൽ ഒരു കപ്പ് ചായക്ക് അതാണോ വില? ഒരു തോട്ടം, ആ തോട്ടത്തിൽ എത്രയോ നാള് അതിനെ പരിപാലിച്ച് അതിന്റെ കിളുന്തുനൂലിൽ കാപ്പിത്തോട്ടമാണെങ്കിൽ അതിന്റെ കായ പറിച്ചു, എത്ര പ്രോസസ്സിങ് കഴിഞ്ഞാണ് നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ അത് ചായയായോ കാപ്പിയായോ വരുന്നത്. അപ്പോൾ അതിൽ പ്രവർത്തിച്ച എത്രയോ ആളുകൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്ന, ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ അവസ്ഥയിൽ എത്തുന്നതിന് നമുക്ക് നമ്മൾ നടന്നു വന്ന റോഡ്, നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ പഠിച്ച കോളേജ്, നമ്മൾ പോയ ആശുപത്രി, ഇതെല്ലാം പൊതുവായിട്ടുള്ള കിട്ടുന്നതാണ് നമുക്ക്. അപ്പൊ അതിനെല്ലാം തിരിച്ചു നമുക്ക് കൊടുക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായേ പറ്റൂ. അതാണ് 4ാമത്തെ നക്ഷത്രം. 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. എവിടെ നിന്ന് ആ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഒരാള് നിർജീവമാണ്. ആ മനുഷ്യൻ വെറുതെ പിന്നെ പൂർവികരുണ്ടാക്കിയ പണമൊക്കെ വെച്ചിട്ട് ജീവിക്കുന്ന അർത്ഥമില്ല. നമുക്ക് ക്രിയേറ്റിവിറ്റി വേണം. ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഭാവനയുമായി ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മൾ ഈ ട്രെയിനിങ് മേഖലയിലുള്ളവർ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഒരു നല്ല പുസ്തകത്തിന്റെ 10-20 പേജെങ്കിലും വായിക്കണം. വായനയിലൂടെ അല്ലാതെ ഭാവന ഉണ്ടാകാൻ യാതൊരു വഴിയുമില്ല. ഇപ്പോൾ ഒരു വഴിയുണ്ട്, പിന്നെ ദൃശ്യം കാണിക്കാതെ സൗണ്ട് എഫക്റ്റിലൂടെ നമുക്ക് ആസ്വദിച്ച് നമ്മുടെ ഭാവനയെ ഉത്തേജിപ്പിക്കാവുന്ന ഒരു സിസ്റ്റം. BBC ഒക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആ ഒരു സിസ്റ്റത്തിലൂടെയുള്ള സംവിധാനത്തിലൂടെയാണ് ഒത്തിരി ആളുകൾ ശ്രവിക്കുന്നത്, കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അത് നമുക്കിപ്പോ ജോലി ചെയ്തുകൊണ്ടിട്ട്, കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് അത് കേൾക്കാം. പോഡ്കാസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. ആ പോഡ്കാസ്റ്റിംഗ് എക്സസൈസ് ചെയ്തുകൊണ്ട് കേൾക്കാം. അപ്പോൾ ആ കേൾവിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഭാവനയെ ഉത്തേജിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ക്രിയേറ്റിവിറ്റി ഉള്ളവരായി തീരുക. പിന്നെ അതിന് ജീവചരിത്രങ്ങൾ, നമുക്ക് ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ ജീവചരിത്രം വായിക്കുക. അത് വെറുതെ വായിച്ചു പോയിട്ട് മാത്രമല്ല, ആ വായിച്ചു പോയതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കുറിച്ചെടുക്കാൻ കഴിയണം. അവിടെ കുറിച്ച് നമ്മൾ ഡയറിയിൽ തന്നെ അത് കുറിച്ച് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണം. അതാണ് വേണ്ടത്. അടുത്തത് 6ാമത്തെ ലെഗസിയാണ്. നമ്മൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതിന് ഒരു തെളിവുണ്ടാക്കിക്കൊണ്ട്, ഒരു മുദ്ര, ഒരു അടയാളം ഇട്ടുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ മഹാത്മാഗാന്ധിയുടെയോ അതുപോലെയുള്ള മഹാരഥന്മാരായ ആളുകളുടെയോ ജന്മദിനവും മരണദിനവും അവരുടെ മക്കളല്ല കഴിക്കുന്നത്, സമൂഹമാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങളുടെ ഗ്രാൻഡ് സൺ പറയണം, എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്ന് പറയുമ്പോൾ ആ അപ്പൂപ്പനെ കുറിച്ച് അവർക്കും കേൾക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാകണം. അതിന് മാത്രം നമ്മൾ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്തെങ്കിലും. അത് പുസ്തകം, നിങ്ങൾ നല്ലൊരു പുസ്തകം എഴുതുന്നതിലൂടെ ആകാം, അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിലൂടെ ആകാം, അതുമല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു വായനശാല ഉണ്ടാക്കിയതാകാം. അങ്ങനെയുള്ള നമ്മൾ പോയി കഴിയുമ്പോഴും നമ്മളിവിടെ ജീവിച്ചു എന്നുള്ളതിന് ഒരു മുദ്ര ഇട്ടിട്ട് പോകാനുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. അടുത്തത് ആത്മീയതയാണ്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ തെറ്റിദ്ധാരണയുണ്ട്. നമ്മളൊരു ക്രിസ്ത്യാനി ആണെങ്കിൽ പള്ളിയിൽ പോകുന്നു, ഒരു മുസ്ലിം ആണെങ്കിൽ മോസ്കിൽ പോകുന്നു, അതല്ലെങ്കിൽ ഒരു ഹിന്ദു ആണെങ്കിൽ ക്ഷേത്രങ്ങൾ പോകുന്നു. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് ധരിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അത് സ്പിരിച്വാലിറ്റി അല്ല. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറണം എന്നുള്ളത്. നമുക്ക് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റായ രീതിയിലാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് പരീക്ഷയ്ക്ക് ജയിക്കണം, അടുത്തവന്റെ വീട്ടിൽ കുഞ്ഞിനും ജയിക്കണ്ടേ? അതെന്താ പറയാത്ത നമ്മൾ? അപ്പൊ എപ്പോഴും എൻ്റെ എന്നുള്ള വാക്കിന് കൂടുതൽ ഊന്നൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെ സ്വാർത്ഥതയാണ് നിഴലിക്കുന്നത്. അത് പ്രപഞ്ചത്തിന്, ഈശ്വരന് തരാൻ കഴിയുകയില്ല. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ളതല്ല പ്രാർത്ഥന ഒരു സമൂഹത്തിന് വേണ്ടിയായിരിക്കണം, ഒരു ഗ്രൂപ്പിന് വേണ്ടിയായിരിക്കണം. നിങ്ങൾ പൗലോ കൊയ്ലോയുടെ വിഖ്യാതമായ ഒരു പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ ഒരു വാചകമുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയും
ഈ സമൂഹത്തിന് വേണ്ടിയും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ നിമിഷം മുതൽ ഈ പ്രപഞ്ചം ഒരു ഗൂഢാലോചന തുടങ്ങിയിരിക്കും. അത് എങ്ങനെയാണ് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഗൂഢാലോചന അവിടെ മുതൽ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകം, വളരെ ഒത്തിരി പേജൊന്നുമില്ല, നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അങ്ങനെ ആ ഒരു പുസ്തകം മാത്രമല്ല, നിങ്ങൾ വായിക്കേണ്ട ഒത്തിരി പുസ്തകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഈ ആൽക്കമിസ്റ്റ് തന്നെയാണ്. അതുപോലെ പുസ്തകം എഴുതുന്നവരാണെങ്കിൽ അത് ലോക ക്ലാസിക് തലത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഒരു ശ്രമം നടത്തിയാൽ ഒരു സാമാന്യം നല്ലൊരു പുസ്തകമെങ്കിലും ആയിട്ട് വരാം. ലോകത്തിൽ കോടാനുകോടി പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു 10-50 പുസ്തകങ്ങൾ ഇന്നും ലോക ക്ലാസിക്കുകളായി നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ ക്ലാസിക് തലത്തിലുള്ള ഒരു പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഒരു സാമാന്യം നല്ലൊരു പുസ്തകമെങ്കിലും നമുക്ക് ഉണ്ടായി വരാൻ പറ്റൂ. നമ്മളെ സംബന്ധിച്ച് ഈ 7 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 7 നക്ഷത്രവും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന വ്യക്തികൾക്ക് ഒരു നിറവ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം കൊണ്ട് അവർക്ക് അനുഭവപ്പെടും. അതൊരു വലിയ കാര്യമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം മറ്റൊരുത്തന്റെ പ്രശ്നം കേൾക്കാൻ ആളില്ല എന്നുള്ളത്. നമ്മളതൊന്ന് കേൾക്കുക, ശാന്തമായി ഒന്ന് കേൾക്കുക. ആ കേൾക്കുന്നതിന് പകരം നമ്മൾ 100 ചോദ്യം അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ അസ്വസ്ഥനാവും. അപ്പൊ അങ്ങനെ ശാന്തമായ രീതിയിൽ ഒരാൾക്ക് പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരും. ഈ സ്ത്രീകളുടെ ഒരു സവിശേഷതയുണ്ട്. അവര് പലപ്പോഴും ഈ ആവലാതികൾ പറയുന്നത് പുരുഷനിൽ നിന്ന് അതിനൊരു പരിഹാരം കിട്ടുമെന്ന് കരുതിയല്ല. അതൊന്ന് ഷെയർ ചെയ്യുമ്പോൾ വളരെ ശാന്തമായിരുന്നു ഒന്ന് കേൾക്കുക മാത്രം ചെയ്താൽ മതി, അവർക്ക് ആശ്വാസം വരും. അതിന് പ്രതിവിധിക്ക് വേണ്ടിയുമല്ല. അപ്പൊ അതൊരു പ്രത്യേക കാര്യമാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ഇതിന്റെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത്, അതായത് നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അത് ബോംബെക്കാണോ പോകേണ്ടത്, ഹൈദരാബാദിനാണോ പോകേണ്ടത്, അതോ ഗോവയ്ക്കാണോ എന്ന് മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങുക. യാത്രകളെല്ലാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ജീവിതത്തിന് അങ്ങനെ ഒരു ലക്ഷ്യം പലപ്പോഴും പലർക്കും ഉണ്ടാകില്ല. കാരണം എന്തിലാണ് ഞാൻ മിടുക്കൻ, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് ഞാൻ കഴിവ് തെളിയിക്കേണ്ടതെന്ന് പലപ്പോഴും പലർക്കും അത് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിലെ പല ആളുകളും ജോലിക്കാരായി, ഉദ്യോഗസ്ഥന്മാരായി മാറിക്കഴിയുമ്പോൾ അതൊരു ഭാരമായി, ഒരു ജോലിയായി അവർക്ക് തോന്നുകയാണ്. നേരെ മറിച്ച് നമ്മുടെ പാഷനിലുള്ള ഒരു സംഗതിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഒരിക്കലും ജോലിയായിട്ട് തോന്നുകയില്ല. ഒരു നല്ല അധ്യാപകൻ, ആ അധ്യാപകൻ ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ആ അധ്യാപകൻ എന്നുള്ള അറിവ് അല്ലെങ്കിൽ ആ അധ്യാപകനുമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ച് അത് ഇരിക്കുകയും 45 മിനിറ്റ് കഴിഞ്ഞാൽ ആ പീരീഡ് അവസാനിച്ചാലും ഈ അധ്യാപകൻ ഈ സമയം കഴിഞ്ഞു എന്ന് അറിയാതെ അല്ലെങ്കിൽ കുട്ടികളും അറിയാതെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നതാണ് ശരിയായ ഒരു അധ്യാപകൻ. നേരെ മറിച്ച് അത്ര താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടക്കേടോട് കൂടി ഒരു അധ്യാപകൻ എങ്ങനെയെങ്കിലും ഈ ക്ലാസ് ഒന്ന് കഴിയണം, 45 മിനിറ്റ് 40 മിനിറ്റ് ആവുന്നതിന് മുമ്പ് സാറിന് പോകാനുള്ളത് എടുത്തായിരിക്കും അതിനേക്കാൾ മുമ്പ് കുട്ടികൾക്ക് പോകാനുള്ള തിടുക്കം അവരും കാണിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ 2 കൂട്ടർക്കും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന് വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലുണ്ട്, നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയുണ്ട്. ആ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ എപ്പോൾ എത്തപ്പെടുന്നുവോ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യം ഉണ്ടാകുന്നത്. അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പത്രപ്രവർത്തനം, കാർട്ടൂൺ വരയ്ക്കലും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അതിൽ സന്തോഷവാനാണ്. പക്ഷെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അത് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഒരു ട്രെയിനർ ആവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എനിക്ക് തരുന്നത്. ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പരിസരമെല്ലാം മറന്ന് ആ വിഷയത്തിലേക്ക് കേന്ദ്രീകരിച്ച് നമ്മുടെ സ്വകാര്യ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളൊന്ന് മറന്നു പോവുക. നമ്മൾ വേറൊരു ലോകത്തെത്തുകയാണ്. അത് കേട്ടിരിക്കുന്നവർക്കും അതിനേക്കാൾ സന്തോഷത്തോടു കൂടി അത് അനുഭവിക്കുന്നു. അവരെ പിന്നീട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഇത്രയൊക്കെ നമുക്ക് കൊടുക്കാൻ ഈ മേഖലയിൽ കഴിഞ്ഞില്ലാത്തവൻ ഈ ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ട് കാര്യമില്ല. അവന്റെ യഥാർത്ഥത്തിലുള്ള അവന്റെ ജന്മസിദ്ധമായ കഴിവ്, ആ യൂണീക്കായ കഴിവ് മറ്റൊരു സംഗതിയിലായിരിക്കും. അതിനൊരു ഉദാഹരണം പറയാം. ഡോക്ടറായി ജനിച്ചവൻ, അവൻ ജനിച്ചത് മുതൽ
ഈ മറ്റുള്ളവരോടുള്ള ഒരു സഹതാപവും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് അവന്റെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ അവൻ കൊണ്ടു നടക്കും. നേരെ മറിച്ച് ഇതിനൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാൾ ഡോക്ടറായി വരുമ്പോഴാണ് അദ്ദേഹം ഓപ്പറേഷൻ ചെന്ന് കഴിയുമ്പോൾ കത്രികയും കത്തിയോ അല്ലെങ്കിൽ കർച്ചീഫോ മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് കുടുക്കി പോകുന്നു, അല്ലെങ്കിൽ വെച്ചിട്ട് മറന്നു പോകുന്നു. കാരണം ആ മനുഷ്യൻ അവിടെ ഇല്ല. ആ മനുഷ്യന്റെ ബാഹ്യരൂപം മാത്രമാണ് അവിടെ ഉള്ളത്, ശരീരം മാത്രമാണ് ഉള്ളത്, മനസ്സ് ആ പ്രദേശത്തേ ഇല്ല. നേരെ മറിച്ച് നിങ്ങൾ അർപ്പിച്ച് ഏതെങ്കിലും ഒരു തൊഴിൽ അർപ്പണം മനോഭാവത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ്, മറ്റൊരാൾക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോഴാണ്. ഇപ്പൊ ആളുകളുടെ ഒരു ചാരിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പണം കൊടുത്താൽ മാത്രമാണ് നടക്കുന്നത്. പണമല്ല, നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും ചിലപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ വിജയത്തിലേക്ക് പോയി ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ മാത്രം ആ ജീവിതം മാറി മറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് വരുന്നവരെ ആരെയും നിരാശപ്പെടുത്താതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവർക്ക് ചെയ്യേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ആ കണ്ണുകളിൽ നിന്ന് വലിയൊരു ശോഭ നമ്മുടെ കണ്ണുകളിലേക്ക് വരും. നമ്മുടെ കൃഷ്ണമണി അത് ഏറ്റുവാങ്ങി നമുക്ക് ഒരു വലിയ ആനന്ദം നമുക്ക് തരികയാണ്. യഥാർത്ഥത്തിൽ ഈ സന്തോഷവും ആനന്ദവും തന്നെ പലർക്കും തിരിച്ചറിയില്ല. ആനന്ദം എന്നുള്ളത് നമ്മൾ മാത്രം അനുഭവിച്ചറിയുന്നതാണ്. സന്തോഷം നമ്മുടെ കൂടെ ഇരിക്കുന്നവർ ഒരു തമാശ കേട്ടാൽ, ഒരു ഫലിതം പറഞ്ഞാൽ ഒക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം അതുപോലെ തന്നെ കിട്ടൂ. പക്ഷെ ആനന്ദത്തിനല്ല, ആനന്ദം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സമയം എത്രയായി എന്നറിയില്ല. നിങ്ങൾ കൂടിപ്പോയെങ്കിൽ ഞാൻ നിർത്താം, അതല്ല തുറന്നു പറയാൻ 7:47 ആയുള്ളൂ. യു ക്യാൻ കണ്ടിന്യൂ ടിൽ 8:15. ഇനി മുന്നോട്ട് പോകാം അല്ലേ? യെസ്. ഓക്കെ. അപ്പോ അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഞാനൊന്ന് സൂചിപ്പിച്ചു വെച്ചുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ വ്യക്തിത്വങ്ങൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ അവർ ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതം നമ്മൾ ഗോവയ്ക്ക് പോകണോ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ലക്ഷ്യമില്ലാതെയാണ് പലരുടെയും ജീവിതം ഇറങ്ങിത്തിരിക്കുന്നത്. അവര് എവിടെയൊക്കെയോ ചെന്ന് പറ്റുന്നു, എവിടെയൊക്കെയോ ചെല്ലുന്നു, അവിടെ ചിലടത്ത് കുറച്ചുനാൾ അടിഞ്ഞുകൂടി നിൽക്കുന്നു, പിന്നെ അവിടുന്ന് വിട്ട് അടുത്തതിലേക്ക് പോകുന്നു. ഒരു പൊങ്ങ് തടി പോലെ ഇങ്ങനെ ജീവൻ പോകുന്ന ആളുകളാണ് ഭൂരിപക്ഷം. അതിന്റെ കാരണം അവരും ഈ 85% ആളുകളുടെ പട്ടികയിൽ പെട്ടവരാണെന്നുള്ളത് അതിന്റെ സവിശേഷത. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്, അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളല്ലാതെ അശുഭകരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ശരീരവും ആ രീതിയിൽ അസ്വസ്ഥമാകുകയും രോഗത്തിന് അടിമപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ നശിച്ച ദിവസം ഈ ചെറുക്കൻ എന്താ ഇങ്ങനെ, എന്റെ പെണ്ണെ നീ ഇങ്ങനെയാണോ, ഇതാണോ ഉടുപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നെറ്റി ചുളിഞ്ഞു പോയി. അപ്പൊ ഒരു ദിവസത്തില് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഒരു ദിവസം നിങ്ങളുടെ നെറ്റി ചുളിയുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഞാനൊരു നല്ല പേപ്പർ എടുത്തിട്ട് ഇതുപോലെ വളരെ മോശമായിട്ട് അതിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ അത് പഴയ ഭംഗിയിലേക്ക് വരില്ല. കാരണം അത് ചുളുങ്ങിപ്പോയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയൊരു ചക്രയുടെ ഒരു മർമ്മപ്രധാനമായ ഒരു ചക്രയാണ്. ഈ ചക്രയ്ക്ക് ക്ഷതം, ഇതിലാണ് ജ്ഞാനത്തിന്റെ കേന്ദ്രമാണ്. ഈ ജ്ഞാനത്തിന്റെ കേന്ദ്രം ക്ഷതം അനുഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നോർമലായി കിട്ടാൻ കുറെ സമയമെടുക്കും. പല ആളുകളുടെയും അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും തലവേദനയുടെ കാരണങ്ങളിൽ ഒരെണ്ണം ഇതാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതെല്ലാം പറഞ്ഞ് മോശം ദിവസം, എല്ലാം മോശം പറഞ്ഞ് നമ്മുടെ നെറ്റി ഇങ്ങനെ പല പ്രാവശ്യം ചുളിച്ചു കഴിയുമ്പോൾ നമുക്ക് പെയിൻ വരുമ്പോൾ, തലവേദന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു പെയിൻ കില്ലർ വാങ്ങി കഴിക്കും, തൽക്കാലം ആശ്വാസമുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഇങ്ങനെയാണ്, ഇങ്ങനെ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റി നമ്മൾ ബോധപൂർവം ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മൾ ശീലങ്ങൾ മാറ്റുക എന്നുള്ളത് ഏതൊരു ശീലവും 10-90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നേരെ മറിച്ച് ആ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നതാണ്. പലരുടെ ഒരു ധാരണ അത് അവന്റെ ശീലമായി പോയി, അവൻ അങ്ങനെയാണ് കൊച്ചുനാളിൽ പോലെ. അങ്ങനെയല്ല, ഏത് ശീലവും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അതിന് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറുന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ ഈ തലവേദനയുടെ ഒരു കാരണം എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ഓരോ സംഗതികളിലും നമുക്ക് നെഗറ്റീവായിട്ട് പറയുമ്പോൾ അതിന്റെ ഷോക്ക്, അതിന്റെ ക്ഷതം നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏറ്റവും മനോഹരമായി ഒരു ദിവസം ഒരു 10-12 പ്രാവശ്യമെങ്കിലും മനോഹരമായിട്ട് ചിരിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം.
ചിരി എന്ന് പറയുന്നത് ഈ ഏപ്പിച്ചിരിയോ പുച്ചച്ചിരിയോ കള്ളച്ചിരിയോ അങ്ങനെയുള്ള ചിരികളല്ല നമുക്ക് വേണ്ടത്. ഇപ്പോ വന്ന് 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 പിന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ചിരിയുണ്ട്. ആ ചിരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10,000-10,000 പേരൊക്കെ ഒരു ദിവസം കാണാം. അന്നേരത്തെ ഒരുമാതിരി ട്യൂബ് ലൈറ്റ് ചിരിയാണ്. അതിങ്ങനെ മിന്നി അത് അടഞ്ഞു പോകും. അങ്ങനെയുള്ള ചിരി കൊണ്ടൊന്നും ഒരു സന്തോഷവും ആർക്കും ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ചിരിക്കുന്നത് ഒരു പൂ വിടരുന്നത് പോലെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന് അത് അവരുടെ ചുണ്ടുകളിലൂടെ വിടരുമ്പോൾ അവരന്റെ കണ്ണുകളിൽ അതിന്റെ തിളക്കം ഉണ്ടാകണം. നിങ്ങൾ ചിരിക്കുമ്പോൾ അവരന്റെ കണ്ണുകളിൽ ആ തിളക്കം ആ കണ്ണുകളിലെ തിളക്കം നിങ്ങൾക്ക് ഏറ്റുവാങ്ങാനും കഴിയണം. മലയാളിയുടെ ഏറ്റവും വലിയൊരു കുഴപ്പം, ഒരു മനുഷ്യനെ ഒന്ന് അഭിനന്ദിക്കാൻ അവൻ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവർ പറയുന്നത്, ഇപ്പൊ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, സ്വന്തം മക്കളാണെങ്കിൽ പോലും അങ്ങനെ അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അവൻ മോശക്കാരനായി അല്ലെങ്കിൽ അവൻ അഹങ്കരിച്ച് കുഴപ്പക്കാരനായി പോകും എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രായമുള്ള നിങ്ങളിൽ തന്നെ ഒരു അഭിനന്ദനം വേണ്ട എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അല്ലെ അത് വേണ്ട എന്ന് തോന്നിയിട്ടില്ല? അഭിനന്ദനം വേണം. അതൊരു മനുഷ്യന്റെ നീഡാണ്, ഒരു ആവശ്യമുള്ള സംഗതിയാണ്. പരസ്പരം അഭിനന്ദനം കൊടുക്കുക. അപ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാൾ, നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ, അവനൊരു കുഴപ്പമുണ്ട്. ഈ കുഴപ്പത്തെയാണ് നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കുഴപ്പം വളരും. നേരെ മറിച്ച് ആ കുഴപ്പത്തെ ഇഗ്നോർ ചെയ്തതിന് ശേഷം ആ കുട്ടിയിൽ എന്തെങ്കിലും ഒരു നല്ല കഴിവുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരാഴ്ച ഒന്ന് പ്രോത്സാഹിപ്പിച്ചു നോക്കി. ഇടവും വലവും നോക്കാതെ അവന്റെ കുഴപ്പങ്ങളെല്ലാം കിടന്നോട്ടെ, ആ നല്ല കാര്യത്തെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിയുമ്പോൾ 7-ാം ദിവസം 8-ാം ദിവസം അതിനേക്കാൾ ബെറ്ററായി അവൻ വരും. നിങ്ങൾ എത്ര പേരോട് ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റാൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്? നമ്മൾ പലപ്പോഴും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരാളെ പരിചയമില്ലാത്തൊരു അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവനൊന്ന് പതിച്ചു നോക്കും. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരാളുടെ ഒരു ഗുഡ് മോർണിംഗ് കിട്ടിയിട്ടില്ല. ഒരു 3-4 ദിവസം അവിടുന്ന് ഒരു പ്രതികരണം ഇല്ലെങ്കിലും നിങ്ങൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ 8-9 ദിവസം കഴിയുമ്പോൾ അവര് നമ്മളെ കാണുമ്പോഴേക്കും ഹായ് സാർ ഗുഡ് മോർണിംഗ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞോളൂ. അത് മടിപ്പ് കൂടാതെ അങ്ങനെ പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പൊ നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള ഏറ്റവും പവിത്രമായ ഒരാളെ ആകർഷണമായ രീതിയിൽ ചിരിക്കാൻ കഴിയുന്ന ആ കഴിവ് നമുക്കല്ലാതെ ആർക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 70% നമ്മുടെ വിജയം നല്ല സുഹൃത്ത് ബന്ധങ്ങളിലൂടെയാണ്. എത്ര പേർക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അവര് പറയാൻ തുടങ്ങും. 2-3 അല്ലെങ്കിലൊക്കെയാണ് ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ. സുഹൃത്ത് ബന്ധം വഴി നമുക്ക് ലോകത്തുള്ള ആരുമായി നമുക്ക് ബന്ധപ്പെടാം. നിങ്ങളൊന്നും കൂട്ടി നോക്കിയാൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലുള്ള ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രസിഡന്റിനെ വരെ നമുക്ക് ഒരു ആവശ്യത്തിന് നമുക്ക് കണ്ടെത്താം. ആ ആവശ്യം നല്ല പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരിക്കും, വെറുതെ കുശലം പറയാനല്ല. എന്തെങ്കിലും ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് 10 സുഹൃത്തുക്കളിൽ നിന്ന് വഴി അത് ആ ആളുടെ അടുത്ത് എത്താൻ കഴിയും, യാതൊരു സംശയവും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ശശി തരൂരിനെ പരിചയമുണ്ടെങ്കിൽ ഈ ശശി തരൂരിന് ഇവരൊക്കെ ആയിട്ട് പരിചയം ഉണ്ടാവും. അതല്ലെങ്കിൽ അത് ഒരു 3-4 സുഹൃത്തിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അത് എത്തും. ഇതിന്റെ ഒന്നും പവർ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ 70% വിജയവും ഇതിലാണ് കിടക്കുന്നതെങ്കിലും നമ്മൾ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു സഹായവും ചെയ്യില്ല. നമുക്ക് പലപ്പോഴും ഉള്ളൊരു കുഴപ്പം, തൂമ്പ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയായിരിക്കും, പുതിയ തലമുറയ്ക്ക് അതും അറിയില്ല. തൂമ്പയാണോ തുമ്പയാണോ എന്ന് ചോദിക്കും. ഇതെന്റെ പരിപാടി എന്താ? ഇങ്ങോട്ടാണ് പോരുന്നത്, ഇങ്ങോട്ട് വരിക, അങ്ങോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഒരു 10-20 സുഹൃത്തുക്കൾ, നമ്മുടെ ഒരു 10-20 അധ്യാപകർ, ജീവിച്ചിരിക്കുന്ന അധ്യാപകർ, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം അവർക്ക് അടുത്ത കാലത്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാറുണ്ടോ, അവരെ ഓർക്കാറുണ്ടോ? അങ്ങനൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും വലിയ, നന്ദിയില്ലാത്ത മനുഷ്യരായി കഴിഞ്ഞാൽ സമൂഹം തന്നെ തീർന്നു. നിങ്ങൾ നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. നന്ദിയുള്ള ഒരാൾക്ക് ലോകത്ത് ഒരു തിന്മയും ചെയ്യാൻ കഴിയുകയില്ല. ആ നന്മ പ്രസരിക്കുന്നത് നന്ദിയിൽ നിന്നാണ്. ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്നവരുടെ 10 കൽപ്പന, ഈ 10 കൽപ്പനയും അടങ്ങിയിരിക്കുന്ന നന്ദിയുള്ള ഒരാൾക്ക് ഈ 10 കൽപ്പനയിൽ ഒരു കൽപ്പന പോലും ലംഘിക്കാൻ കഴിയുകയില്ല. കാരണം നന്ദി എന്നുള്ള ഒരു സംഗതികൾ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് 10 കൽപ്പന അനുസരിക്കാൻ പോകുന്നതിന് അതിന് ക്ലേശകരമായതാണെന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്ദിയുള്ളവനായിരിക്കുക. ഒരു ചെറിയ കാര്യം ചെയ്തു തന്നാൽ പോലും അതിന് നന്ദി പറയുക, അങ്ങനെ ഒരു കൾച്ചർ വളർത്തിയെടുക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇത് ഞാനൊരാൾ നന്ദി പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ മാറാൻ പോകും. നമ്മളൊരു കൊച്ചു തിരി കത്തിച്ചു, അവിടെ ഒരു പ്രകാശം ഉണ്ടായി, അതിന് അടുത്ത തിരി കത്തിച്ച് പോണത് പോലെയാണ് ചിരിയും നന്ദിയുടെ കാര്യം. ആ ചിരി നമ്മൾ ഇവിടുന്ന് കത്തിച്ച് പോയി കഴിഞ്ഞാൽ ആ ചിരിയുടെ ഒരു അന്തരീക്ഷത്തെ മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ഒരു സമൂഹത്തിലെ ആ അന്തരീക്ഷത്തെ മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ചിരിയുടെ. അത് നിർമ്മലമായിരിക്കാം. അപ്പൊ ചിരി എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ചിരി പ്രാക്ടീസ് ചെയ്തെടുക്കാം. നമ്മൾ നിലക്കണ്ണാടിന്റെ മുമ്പിൽ നിന്ന്, സാധാരണ ഇതില് ഭൂരിഭാഗം ആളുകളും വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും,
ചേട്ടന്റെ ആ ചിരി ഉണ്ടല്ലോ, ആ ചിരിയിലാണ് ഞാൻ വീണത്. അല്ലെങ്കിൽ പറയും ഓ നിന്റെ ആ ചിരിയിലാണ് ഞാൻ അന്ന് സത്യത്തിൽ വീണിട്ടും ഇത് മനോഹരമായ ചിരിയാണ് എന്നൊക്കെ പറയണ്ടോ. പക്ഷെ വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെ പറയാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം, അവരൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്, നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇനിയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരിലും ദൈവം ഒരു വലിയ സവിശേഷതയുണ്ട്. ഏത് ഇപ്പൊ വിരൂപനെന്നോ നമുക്ക് വലിയ വിരൂപിയെന്നോ മുടമ്പല്ലുണ്ടെന്നോ ചുണ്ടു പൊങ്ങിയെന്നോ അങ്ങനെ എന്ത് പ്രശ്നമുള്ള ആൾക്കും ഏറ്റവും മനോഹരമായ ഒരു ചിരി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ചിരി എങ്ങനെയാണെന്ന് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പോസ് ചെയ്ത് ആ ചിരി നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ട ആ ചിരി ഒന്ന് എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെ ചിരി അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. വെറുതെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ ചിരിമാരി ട്യൂബ്ലൈറ്റ് വരെ ആ ചിരിയല്ല, വളരെ സ്പാർക്കിംഗ് ഉള്ള ഒരു ചിരിയായിട്ട് വരണം. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാം. അതായത് ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുക എന്നുള്ളത്, മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം. ഇപ്പൊ ഈ ഇതിൽ തന്നെ 7 മണിക്ക് കയറണം എന്നുള്ളത് 7:30 എത്തിക്കഴിഞ്ഞാൽ പകുതി തീർന്നു, 7:45 എത്തിക്കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം തീർന്നു. അപ്പൊ ആറ്റിറ്റ്യൂഡ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രയാസം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ടൈം എന്നുള്ളത്. സമയത്തെക്കുറിച്ച് മലയാളി യാതൊരുവിധ ചിന്തയും ഇല്ലാത്തൊരു ആളുകളാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല, ഒരു സമയത്തിന് വലിയ വില കൽപ്പിക്കുന്നത്. നമ്മൾ 10 മണിക്കാണ് ഒരു മീറ്റിംഗ് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് 10 മണിയാകുമ്പോഴേ ഇറങ്ങാൻ കഴിയും. കാരണം അങ്ങനെ മതി. കാരണം എല്ലാവരും ഒക്കെ എത്തി വരുമ്പോഴേക്കും 11 മണിക്ക് തുടങ്ങുള്ളൂ. നമുക്ക് പറയാം, സംഘാടകർ തന്നെ പറയും, പ്രധാനപ്പെട്ട വ്യക്തിയോട് പറയും 10 മണി ഞങ്ങൾ നോട്ടീസ് വെച്ച് ഞങ്ങൾ സാറിന് 10:30 ആകുമ്പോൾ എത്തിയാൽ മതി കേട്ടോ. ആ സിസ്റ്റം മാറണം. ആ സിസ്റ്റം മാറുക മാത്രമല്ല, അതിൽ എനിക്ക് ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പുരോഹിതനാണ്. ആ പുരോഹിതൻ 103-ാമത്തെ വയസ്സിലാണ് ഗബ്രിയേൽ അച്ഛനാണ്. ആ ഗബ്രിയേൽ അച്ഛന്റെ ഒരു സവിശേഷത എന്താ വെച്ചാൽ, ഗബ്രിയേൽ അച്ഛൻ നമ്മുടെ SH കോളേജ് പിന്നെ തേവര കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു. അതിനുശേഷം അദ്ദേഹം നല്ല ആർക്കിടെക്റ്റ് ആണ്, നല്ല അതുപോലെ കെട്ടിടങ്ങൾ പണിയുന്നതിൽ വലിയ വിദഗ്ധനാണ്. പിന്നെ തൃശ്ശൂരുള്ള ഹോസ്പിറ്റല് അമല ഹോസ്പിറ്റലിന്റെ എല്ലാമായിരുന്നു. ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഭയങ്കര സ്പീഡിലാണ് കാർ ഓടിച്ചത്. അപ്പോ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും സ്പീഡുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏറ്റവും സ്പീഡുള്ള ഒരു ആളെന്നുള്ളത് കരുണാകരനാണ്. കരുണാകരന്റെ വണ്ടിക്ക് അതിന് സെക്യൂരിറ്റിയും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ലീഡർ കരുണാകരൻ ചീറിപ്പാഞ്ഞു പോകുമ്പോഴും അത് പിന്നെ ഗബ്രിയേൽ അച്ഛന്റെ വണ്ടിയാണ് വരുന്നതെങ്കിൽ ഡ്രൈവറോട് പറയും ഒന്ന് ഒതുക്കി കൊടുത്താൽ അച്ഛൻ കയറി പൊക്കോട്ടെ, അച്ഛൻ സമയത്തിന് വിലയുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഒതുക്കി കൊടുക്കുന്ന കേരളത്തിൽ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു സൗകര്യം കൊടുക്കൂ. ഈ അച്ഛൻ ചെയ്യുന്ന ഒരു കാര്യം, 8 മണിക്കാണ് ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് എത്തണമെന്ന് ഏറ്റുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡയറിയിൽ 8 മണിക്ക് തൃശ്ശൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ ആ പ്രോഗ്രാം എന്നുള്ളത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തതിന് ശേഷം 8 മണിക്ക് ആ പ്രോഗ്രാമിന് എത്തിയതിനു ശേഷം ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോ അച്ഛന്റെ വീട്ടിലോ ഓഫീസിലോ എത്തുന്നത് എപ്പോഴാണെന്ന് വരെ എഴുതി ആ സമയത്ത് തിരിച്ചു വരും. നമ്മളൊക്കെ അവിടെ ചെല്ലുന്നതിനെ ഉത്തരവാദിത്തമുള്ളൂ. അതായത് 8 മണിക്ക് തുടങ്ങാം, ശരി 8 മണിക്ക് ഞങ്ങൾ എത്തിയോളാം, പിന്നെ സമയം എങ്ങനെ വേണമെങ്കിലും പോയാലും കുഴപ്പമില്ല, എപ്പോ വേണമെങ്കിലും തിരിച്ചു വന്നാലും കുഴപ്പമില്ല. അങ്ങനെയല്ല, തിരിച്ചു വരുന്നതിന് ഒരു സമയം ഉണ്ടാവണം. ഇതൊരു സിസ്റ്റമാക്കി കഴിഞ്ഞാൽ ഇത് ഒരു വലിയ ജീവിതത്തിൽ ഒരു വലിയ വിജയമാണ്. മറ്റെന്ത് നഷ്ടപ്പെട്ടാലും, നമ്മൾ തമാശയായിട്ട് പറയും, മറ്റെന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് ഒരു പരിധി വരെ തിരിച്ചു പിടിക്കാൻ പറ്റും. എന്നാൽ സമയം 1 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. അപ്പൊ സമയത്തിന്റെ വില അറിയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു ട്രെയിനർ ആണെങ്കിൽ നിങ്ങൾ രാവിലെ 5 മണിക്കെങ്കിലും, മിനിമം 5 മണിക്കെങ്കിലും എഴുന്നേറ്റ്, ആ 5 മണിക്ക് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ 90% ശക്തിയുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് കോൺഷ്യസ് മൈൻഡ് വളരെ ഡൗൺ ആയിരിക്കും. ഗ്രാജുവലി ഈ നമ്മുടെ ബോധ മനസ്സ് പതുക്കെ പതുക്കെ ഉയർന്നു വരികയും ഈ ഉപബോധ മനസ്സ് പതുക്കെ പതുക്കെ താണു വരികയും ചെയ്യും. അതുകൊണ്ടാണ് രാവിലെയുള്ള ക്രിയാത്മകമായി ചെയ്യേണ്ട കാര്യങ്ങൾ, കുട്ടികളാണെങ്കിൽ പഠിക്കുക, എഴുത്തുകാരാണെങ്കിൽ എഴുതേണ്ട സമയം, അതുപോലെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ഈ സമയത്ത് ചെയ്താൽ അത് 90% ശക്തിയുള്ള സമയം. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊരു എവിടെയാണ് കിടന്നതെന്നൊക്കെ ഒരു തപ്പി വരുന്നൊന്നും സമയം എടുക്കൂല. അതിന് കാരണം നമ്മുടെ ബോധ മനസ്സ് വളരെ താഴ്ന്നിരിക്കുന്നതുകൊണ്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡ് അത് ഉന്നതിയിൽ ഇതൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹൈന്ദവ വിധി പ്രകാരം നമ്മൾ പറയുന്ന ഒരു സമയമുണ്ട്, ഒരു കൃത്യസമയമുണ്ട്. ആ സമയത്തിന് എന്താണ് പറയുന്നത്? ബ്രഹ്മമുഹൂർത്തം. ആ മുഹൂർത്തം എന്ന് പറയുന്നത് ഏതാണ്ട് 4:45 മുതൽ 6 മണി വരെയുള്ള സമയമാണ്. അപ്പോ ആ 5 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഈ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നമുക്ക് രാവിലെ
ഒരു 6-7 2 മണിക്കൂർ നമുക്ക് വളരെ ഈസി ആയിട്ട് രാത്രി ഒരു 10 മണിക്കെങ്കിലും നമ്മൾ കിടക്കാൻ തയ്യാറാണ്. കിടക്കുന്ന കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് കിടന്നുകൊണ്ട് ഉറങ്ങരുത്. ഉറക്കം നന്നായിട്ട് വന്നതിന് ശേഷം കിടക്കുക. നമ്മൾ പലപ്പോഴും കിടന്ന് ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളെ ഞാൻ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളെയാണ് കാണുന്നത്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പലരും പെട്ടെന്ന് ഡൗൺ ആവുന്നതിന്റെ കാരണം അവർക്ക് പിന്നെ ലക്ഷ്യങ്ങളില്ല. അവർക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല. എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു പിന്നെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു വർഗീസായിരുന്നു. അദ്ദേഹത്തിന്റെ 80 വയസ്സായി. ഇപ്പോൾ അദ്ദേഹം ഒരു വൃദ്ധസദനവും അതിന്റെ പരിസരത്ത് കുറച്ച് സ്ഥലവും ഒക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും ഓടി നടക്കും. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് ഒരു ഭയമില്ല, അല്ലെ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള നേരമില്ല, അല്ലെങ്കിൽ അസുഖത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള നേരമില്ല. കാരണം ആ ഒരു യജ്ഞത്തിലാണ്. ഇപ്പൊ ഞങ്ങളുടെ ഈ നാട്ടിലെ ഏറ്റവും ആദ്യം ആരും ശാസ്ത്രീയമായി പഠിപ്പിച്ചതല്ല, ഒരു ഇലക്ട്രീഷ്യൻ, ആദ്യത്തെ ഞങ്ങളുടെ നാടിന്റെ ഒരു ഇലക്ട്രീഷ്യൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ പഠിച്ചെടുത്ത ഒരു കാര്യമാണ്. ഈ ലോകത്തിലെല്ലാം അക്കാഡമികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു ITC ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ തൊഴിലുകളെല്ലാം ഓരോരുത്തരും ഇങ്ങനെ കണ്ടുപിടിച്ചല്ലേ. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ കഴിവ്, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈശ്വരൻ നമ്മളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു യുണീക്ക് ആയിട്ടുള്ള കഴിവ് എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഞാൻ എൻ്റെ ഒരു കഴിവ് ഈ മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞത് 10-48 വയസ്സ് എത്തിയപ്പോഴാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ അറിവ് ഏറ്റവും നേരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അവർ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കട്ടെ. അവരുടെ ആനന്ദം, അല്ലെങ്കിൽ ഈ 15% ആളുകളുടെ എണ്ണം പെരുകി അവരിലുള്ള പ്രഭ ഈ ലോകത്തിന് ഉണ്ടാകട്ടെ. അതിൽ നിന്നും ആർക്കെങ്കിലുമൊക്കെ 1% എത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ 30,000 ദിവസം നമ്മൾ ജീവിച്ചു എന്നുള്ളതിന് ഒരു തെളിവ് ഉണ്ടാക്കി വെച്ചിട്ട്, ഒരു മുദ്ര ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ പോകേണ്ടത്. നമ്മുടെ ഗ്രാൻഡ് സൺ അപ്പൂപ്പനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണം. അപ്പൂപ്പൻ എഴുതിയ പുസ്തകമാണ്, അപ്പൂപ്പൻ സ്ഥാപിച്ച സ്ഥാപനമാണ്, അപ്പൂപ്പൻ ചെയ്ത കാര്യമാണ് ഇതെന്ന് പറയാം, അല്ലെങ്കിൽ അമ്മൂമ്മ ചെയ്ത കാര്യമാണെന്ന് പറയാൻ മാത്രം ഇനിയും നിങ്ങളുടെ സമയമൊന്നും വൈകിട്ടില്ല. അതിനുള്ളൊരു യജ്ഞമാവണം. ഒരു 60 കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്നുള്ള ചിന്ത മാറ്റി നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെല്ലാം നമ്മുടെ മക്കളാണ് എന്ന് കണ്ട് അവരോട് അതേ രീതിയിൽ ഇടപഴകി നാടിന്റെ ഒരു വിളക്കായി മാറണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതാണ്ട് പറഞ്ഞ സമയം 8:05 എത്തി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, താങ്ക് യു സോ മച്ച് ജോഷി സാറേ. ഒരു വിശാലമായൊരു എന്താ പറയാ, ഒരു വർത്തമാനമായിരുന്നു. വിശാലമായി കാണാനുള്ള ഒരു മനസ്സ്, വളരെ ഭംഗിയായിരുന്നു. റിയാക്ഷൻ ബോക്സിൽ നിന്ന് ഹാൻഡ് റേസ് ചെയ്താൽ പറയാനുള്ളവർക്ക് അവസരങ്ങൾ ഭംഗിയായി കിട്ടുമായിരുന്നു. എങ്ങനെ? റിയാക്ഷൻ ബോക്സിൽ നിന്ന് ഒന്ന് ഹാൻഡ് റേസ് ചെയ്തിട്ടാല് എളുപ്പമുണ്ട് ഒന്ന്, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. റിയാക്ഷൻ സമയം ഇത്ര പെട്ടെന്ന് സമയം പോയല്ലോ എന്നാണ്. അതെ. ജോഷി സാറ് പറഞ്ഞു തുടങ്ങിയപ്പോ നമ്മളിങ്ങനെ ലൈവായിട്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകണ്ടായിരുന്നില്ല. എന്നാലും ഒത്തിരി സന്തോഷം. സാറിന്റെ ഒരു കാര്യം, ഞങ്ങള് വളരെ സുഹൃത്തുക്കളാണ്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണത്. അങ്ങനെ അദ്ദേഹമായിരുന്നു എന്റെ പുസ്തക പ്രകാശനത്തിന് ചീഫ് ഗസ്റ്റ്. അന്നേരം സംസാരിക്കുന്ന കേട്ടു. പക്ഷെ എങ്കിലും ഇതുപോലെ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണത്. ഒരുപാട് നമ്മുടെ ചിന്തകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങള്. അപ്പൊ ഓരോ വ്യക്തിത്വം അടയാളപ്പെടുത്തുന്ന എന്നൊക്കെ പറഞ്ഞപ്പോ സാറ് പറഞ്ഞ പല കാര്യങ്ങളിലും ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ശോഭന. യെസ്, ശ്യാം PV അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, പറയൂ. വീഡിയോയിൽ വരാമെങ്കിൽ സന്തോഷായിരുന്നു. ബുദ്ധിമുട്ട്. ഓക്കെ, നമ്മൾ പറയുന്ന ആളെങ്കിലും ഒന്ന് വീഡിയോയിൽ വന്നാൽ പറയുന്ന ആരാന്ന് ആൾക്ക് കാണാൻ പറ്റുമല്ലോ. താങ്ക് യു സാറ്. എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നപ്പോ സാറ് പറഞ്ഞ പാഷനോട് ചെയ്താല് വളരെയധികം ഊർജ്ജസ്വലരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പാഷൻ എങ്ങനെയാണ് കണ്ടെത്തുക സാറേ? അതായത് ഈ കുട്ടിക്കാലം മുതലേ നമ്മൾ അതിന്റെ ചില ചേഷ്ടകളൊക്കെ കാണിച്ചു കൊടുക്കും. ഒരു ഉദാഹരണത്തിന്, ഒരു
ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആവാനുള്ളവരാണെങ്കിൽ ചക്രമൊക്കെ സാധാരണ കോമൺ ആയിട്ടൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചക്രങ്ങളൊക്കെ ഉണ്ടാക്കി വണ്ടി ഓടിക്കുന്നതും ഇത് റോഡിൽ കൂടി പോകുന്ന വണ്ടികളുടെ നമ്പർ കൃത്യമായിട്ട് ഓർത്ത് പറയുക, പുതിയ വണ്ടികളെ കുറിച്ച് പറയുക, ഇത്തരം പല സിഗ്നലുകളും അവൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ചിത്രകലയിലാണ് താല്പര്യമാണെങ്കിൽ അവിടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ വരച്ചു ഇടുക. അപ്പൊ നമ്മളെന്ത് പറയും, പക്ഷെ വൃത്തികെട്ടവൻ അവനൊക്കെ അഴുക്കാക്കുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. അപ്പൊ ഇങ്ങനെ ഈ കുട്ടിയുടെ ഉള്ളിൽ ഇപ്പൊ ചില കുട്ടികൾ എന്ത് കളിക്കോപ്പ് കിട്ടിയാലും അത് അഴിച്ചു പറിച്ച് മാറ്റും. അപ്പോഴേക്കും നമുക്ക് ദേഷ്യമായി, അവൾ സാധനം മേടിച്ചോണ്ടെന്ന് 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവനെ ശല്യം ചെയ്യും. അവൻ അതിന്റെ ആ ടെക്നോളജി കണ്ടുപിടിക്കാനാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചെറുപ്പത്തിലെ ഈ കുട്ടികൾ അവരുടെ ആഗ്രഹങ്ങൾ പുറത്തേക്ക് കാണിക്കുമ്പോൾ അത് നമ്മൾ തല്ലിക്കെടുത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ കപ്പലണ്ടി കച്ചവടം ചെയ്താൽ മതി. ആ കപ്പലണ്ടി കച്ചവടം കൊണ്ട് ലോകത്തിലെ അല്ലെങ്കിൽ ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. 2005 മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ കൊല്ലത്തുള്ള ഒരു കച്ചവടക്കാരനെ കുറിച്ച് പറഞ്ഞു. മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. അയാൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ഇവിടെ കറങ്ങി തിരിഞ്ഞു വന്നു ഒരു കപ്പലണ്ടി കച്ചവടക്കാരന്റെ കൂടെ കൂടിയിട്ട് കുമ്പിളി കുത്തുന്ന പരിപാടിയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അയാളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമായപ്പോൾ അദ്ദേഹം ഒരു പലചരക്ക് കട തുടങ്ങിയപ്പോൾ ഈ ആൾക്ക് ഈ ഉന്തുവണ്ടിയും സാധനങ്ങളും കൊടുത്തു. ഇയാൾ ഇതിൽ കച്ചവടം, അതായത് ഈ കപ്പലണ്ടി ചൂട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വേവുണ്ട്. ആ സമയത്ത് അത് കഴിക്കാൻ, അത് ആ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. ആ കപ്പലണ്ടി അന്വേഷിച്ച ആളുകൾ വരുമായിരുന്നു. അപ്പൊ അയാൾ വലിയ വ്യവസായത്തിൽ വിജയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു പലചരക്ക് കട തുടങ്ങി. ഇതുപോലെ തന്നെ വേറെ കുറച്ച് മാറി. ഇതെല്ലാം കഴിഞ്ഞ് 10-70 വയസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമ്പന്നനായി അദ്ദേഹം. അപ്പൊ ആ മനുഷ്യൻ വിചാരിച്ചു, ഞാൻ ഒന്നുമില്ലാതെയാണ് ഈ കൊല്ലം പട്ടണത്തിൽ വന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ 70 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കാൻ പറഞ്ഞ് അദ്ദേഹം പഞ്ചായത്തിൽ കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരും ഈ ഓരോ 2005 മലയാളം എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ തന്നെ ഇയാളുടെ പടവും കൊടുത്തു. അപ്പൊ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു ഐക്കണാണ്. അല്ലെങ്കിൽ നാളെ പറയാം, ഗ്രാൻഡ് സൺ എന്ന് വേണമെങ്കിൽ പറയാം, അത് എന്റെ അപ്പൂപ്പൻ കൊടുത്ത വീടാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അവർ ഓർത്തിരിക്കും. ഒരു വീട് കിട്ടിയവനെ സംബന്ധിച്ച് അവന്റെ ആനന്ദം എന്താണ്. അപ്പം നമ്മളിലുള്ള ഒരു പാഷൻ അല്ല എന്താണ് നമ്മൾ തിരിച്ചറിയാൻ പല വഴികളുണ്ട്. ആ വഴികൾ അപ്പൊ നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണ്, ഇതായിരിക്കും. അതിന് എഡ്യൂക്കേഷൻ ടെസ്റ്റ് മറ്റും ഉണ്ടോ സാറേ? ടെസ്റ്റ് ഇപ്പോൾ ഉണ്ട്. പക്ഷെ ആ ടെസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഈ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹം, ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി വയ്ക്കും. ഒരു കടലാസിൽ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയാമോ? ഇപ്പൊ നന്നായിട്ട് തയ്ക്കുന്ന ഒരാളെന്ന് നമുക്കൊക്കെ അത്ര നേരം തയ്ച്ചു കഴിഞ്ഞാൽ നടുവേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നു. ഇദ്ദേഹത്തിന് ഈ നടുവേദനയും കാലുവേദന ഉണ്ടാവില്ലേ? എത്ര പാതിരാത്രിക്കായിരുന്നെങ്കിലും ആ തയ്ക്കുന്ന വളരെ ആനന്ദത്തോട് പാട്ടുപാടിയൊക്കെ ആയിരിക്കും അത് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് വിഷമം ഒരു ജോലിയായിട്ട് തോന്നാത്ത ഒരു 10-12 മണിക്കൂർ ചെയ്താലും ഒരു ക്ഷീണം തോന്നുന്നില്ല, ഒരു ദാഹം തോന്നുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ പാഷനാണ്. നേരെ മറിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചൂട് ഒരു ചായ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ പുറത്തേക്ക് വന്നു അസ്വസ്ഥ, അതാണ് നമ്മുടെ പണിയല്ല. അതാണ് ചെയ്യാൻ പറ്റുന്ന പണി, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പണി, ഏറ്റവും മികച്ച ചെയ്യാൻ പറ്റുന്ന പണി എന്ന് പറയുന്നത് 3 ഗ്രേഡായിട്ട് നമ്മൾ മാറ്റും. സാർ ഏത് പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഓയിൽ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പോ ഇതേ പറഞ്ഞ പോലെ അതെന്റെ പാഷൻ അല്ല, അതുകൊണ്ട് ഞാൻ അത് റിസൈൻ ചെയ്തിട്ട് വേറെ ട്രൈ ചെയ്യണം. ഇപ്പൊ ചില ആളൊരു കുഴപ്പമുണ്ട്, കുറച്ചാൾ ഇത് ചെയ്യും. ഇപ്പൊ ഈ കപ്പലിന്റെ കച്ചവടം നടത്തിയ ആള് തന്നെ പറയാം, ഒരു മാസം കപ്പലിന്റെ കച്ചവടം നടത്തി, ഇപ്പൊ വലിയ മെച്ചമില്ല, പിന്നെ ലോട്ടറിയുടെ പുറകെ പോകും. ലോട്ടറി 2 മാസം കഴിയുമ്പോൾ അതെല്ലാം മെച്ചം, അവൻ അടുത്ത വേറെ എന്തെങ്കിലും പോകും. ഇവരെങ്ങും എത്തൂല. അത് ഈ പൊങ്ങുതടി പോലെ. ഞാൻ ചോദിച്ചത് സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ പല സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ പാഷൻ, സോ എനിക്ക് അതിലെ ഫോക്കസ് ചെയ്തിട്ട് ആ ഫീൽഡിലേക്ക് മൂവ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചത്. ആ ടെസ്റ്റ് ഉണ്ട്. ഞാൻ പറയട്ടെ, ടെസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്ത് വിഷയത്തെ കുറിച്ചാണെന്നുള്ളതാണ്. അതാണ് നമ്മുടെ പാഷനുള്ള കാര്യങ്ങൾ. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് സ്പോർട്സിൽ ഒരു താല്പര്യമില്ലാത്ത ആളുകൾ, ആ പേജിൽ സ്പോർട്സ് ഉണ്ടെന്ന് പോലും അവർക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് സിനിമയിൽ ചിലപ്പോൾ അഭിനയമായിരിക്കും അവരുടെ താല്പര്യം. അപ്പോ നമ്മൾ ആ കാര്യങ്ങളാണ് പത്രം നോക്കി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത്, സിനിമ സംബന്ധമായ കാര്യങ്ങളോ അങ്ങനെ. അവർ ആ സ്പോർട്സ് ഉണ്ടെന്ന് പറയാം. കൃഷിയിൽ ഒരു താല്പര്യമില്ലാത്തല്ല. ഇപ്പൊ അങ്ങാടി നിലവാരം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്ന് അറിയുണ്ടാവില്ല. ഇപ്പൊ എന്നോട് ഒരു ദിവസം എന്റെ മദറിലോ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ പത്രം കിട്ടിയില്ല, അങ്ങാടി നില റബ്ബറിന്റെ വില എന്താ ചോദിച്ചു.
ഞാനൊരു പത്രപ്രവർത്തകനാണ്. പത്രത്തിൽ ഞാൻ റിപ്പോർട്ടർ ആയിട്ടുണ്ട്, എഡിറ്റർ ആയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇത് എവിടെയാണ്, ഏത് പേജിലാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്റെ അടുത്ത് നിന്ന ആള് പറഞ്ഞു, ഇത് ഇന്ന സ്ഥലത്തുണ്ടാവും, ഇത് എവിടെ നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു പറയും. ഞാൻ അതിൽ ആ ഭാഗമേ വായിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് കാണുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതേ നമ്മൾ കാണുള്ളൂ. നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കാനായിട്ട് തയ്യാറെടുത്ത് വിചാരിച്ചോ, നിങ്ങൾ ഇത്ര തീക്ഷ്ണവും തീവ്രമായിരിക്കണം, ആയിട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ വാഹനം അല്ലാതെ ഒരു വാഹനവും നിങ്ങളുടെ കണ്ണിപ്പെട്ടില്ല. ആ വാഹനം മാത്രമേ കാണുള്ളൂ. അതാണ് തീക്ഷ്ണവും തീവ്രമാവണമെന്ന് പറഞ്ഞ ആഗ്രഹം. ആ ആഗ്രഹത്തിന് എന്തും ആഗ്രഹിക്കാം. അത് അത്യാഗ്രഹമല്ല. അത്യാഗ്രഹത്തിലേക്ക് പോകുന്നത് നേരെ ഗാന്ധിജി നേരത്തെ പറഞ്ഞ മാതിരിയാണ്, നമുക്ക് ഒന്ന് കിട്ടിയാലും തൃപ്തിയില്ലാതെ അങ്ങനെ പോകുന്ന അതല്ല. നമുക്ക് ആഗ്രഹിക്കാം, ഏത് കാര്യവും ആഗ്രഹിക്കാം. ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിരന്തരമായി നമ്മൾ അതിന്റെ സാധനയിലൂടെ സാധിക്കുള്ളൂ. അതിനാണ് ഈ വിഷൻ ബോർഡൊക്കെ വേണമെന്ന് പറഞ്ഞത്. ഒരു സംശയം ചോദിച്ചോട്ടെ സാറ്? അതായത് ഇപ്പൊ സാറ് പറഞ്ഞല്ലോ പാഷൻ അനുസരിച്ചിട്ട് ഒരു കുട്ടി, ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് അഴിച്ചെടുക്കലും അങ്ങനെ, അപ്പോൾ അവന് മെക്കാനിക്കൽ സൈഡിലാണ് അവന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ, നമുക്ക് മനസ്സിലായി. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എനിക്ക് മെക്കാനിക്കൽ സൈഡിൽ പോകാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. സാഹചര്യം, എൻ്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം എനിക്ക് അത് പഠിക്കാൻ പറ്റിയില്ല. എൻ്റെ പാഷൻ ഒരു മെക്കാനിക് ആവണമെന്നായിരുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രി വേണമെന്നായിരുന്നു, അല്ലെങ്കിൽ ആ ഫീൽഡിൽ മുന്നേറണമെന്നായിരുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി, ഏത് ഫീൽഡായിരുന്നു, സയൻസ് ആയാലും ശരി, MBBS ആയാലും വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷെ ആ സാഹചര്യം കൊണ്ട് എനിക്ക് അതിന് കഴിഞ്ഞില്ല. പിന്നൊന്നുണ്ട്, നമുക്ക് ജോലി കിട്ടുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, ഞാൻ ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പാസ്സായി, എനിക്ക് ജോലി കിട്ടുന്നത് ആ ഫീൽഡിലായിരിക്കില്ല. എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾ ഇപ്പോൾ TCSലൊക്കെ IT ഫീൽഡിലാണ് ജോലി ചെയ്യണത്. നമ്മൾ PC എന്താണ് PCS എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ആ ജോലി എവിടെ കിട്ടും, ഏത് ഫീൽഡിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കിട്ടണ ജോലി നമ്മൾ എടുക്കും, അക്സെപ്റ്റ് ചെയ്യും. കാരണം നമുക്ക് എന്താ പറയുക, ചൂസേഴ്സ് ആർ നോട്ട് ബെഗേഴ്സ് ആർ നോട്ട് ചൂസേഴ്സ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് കിട്ടണ ജോലി നമ്മൾ സ്വീകരിച്ചേ പറ്റും. പാഷൻ ആയിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് നമ്മൾ ചിലത് ത്യജിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. ചിലത് പ്രകൃതി തന്നെ ഉണ്ടാക്കി തരും. അതായത് ഇപ്പൊ ഒരു കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ആ കമ്പനി തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടായി വരും. അപ്പൊ ഇവന് പുറത്തു കിടക്കാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ വഴി ആലോചിക്കും. അപ്പൊ പല ആളും, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു കോടീശ്വരനാണ് ഇപ്പോൾ അദ്ദേഹം പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. അദ്ദേഹത്തിന് ആസ്ട്രേലിയയിൽ ജോലിയും കിട്ടി, വലിയ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ജോലിയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ നാട് വിട്ടു പോകാനും ആ ജോലിയോട് ഒരു താല്പര്യമില്ല. കാരണം ആരുടെയൊക്കെ നിർബന്ധത്തിൽ പുള്ളി ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ, തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വാഴപ്പഴം കയറ്റി അയക്കുന്ന സ്ഥലമാണ്. വാഴയാണ് അവിടുത്തെ മുഖ്യ പരിപാടി. അപ്പൊ ഈ വാഴയുടെ കുടപ്പൻ ഈ കൊല കയറ്റി പോകുന്ന നേരത്ത് കുടപ്പനെ ഒടിച്ചു കൂട്ടി ഇതിങ്ങനെ കുന്നുപോലെ കിടക്കുകയാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന പറയുമോ, അവിടെ ജോലിക്ക് പോകില്ല. അപ്പൊ വീട്ടുകാർ പറഞ്ഞാ നീ ജോലിക്ക് പോകും. ആ കൂട്ടുകാരോടൊക്കെ ഇവന് ഓരോ തന്ത്രം പറഞ്ഞു, ഓരോ കാര്യം പറഞ്ഞു ഇങ്ങനെ മാറ്റിക്കൊണ്ടു. എന്നിട്ട് അപ്പൊ അവന്റെ പരിപാടി ഈ വാഴക്കുടപ്പനം കൊണ്ട് എന്ത് ചെയ്യാം, ഇത്ര ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോവാണല്ലോ. അതിന് പല പണിയും പുള്ളി നോക്കി, ഇതിന് മെഡിസിൻ വാല്യൂ ഉണ്ടോ എന്ന് നോക്കി, അത് കഴിഞ്ഞ് പല രീതിയിൽ നോക്കി. അവസാനം ഇദ്ദേഹം ഒരു അച്ചാർ ഇട്ടു ഈ വാഴക്കുടപ്പൻ ഉപയോഗിച്ചു. വാഴക്കുടപ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്റെ. ഈ അച്ചാറ് ക്ലിക്കായി എന്ന് പറഞ്ഞാൽ അവിടെ ഈ പല ഡൽഹിയിലും ബോംബെക്കും ഒക്കെ പഴം കയറ്റി കൊണ്ടുപോകുന്ന ഇവിടെ നിന്നാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഡ്രൈവർമാർക്ക്, അവർ മദ്യം ഉപയോഗിക്കുന്നവരാണ്, അവരുടെ കൂട്ടത്തിൽ അതിനെ തൊടാൻ വേണ്ടി ഈ സാധനത്തിന് സാമ്പിളുകൾ കൊടുക്കും. അങ്ങനെ ഇതും നാടിന്റെ നാനാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തു. അവർ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഓർഡറുമായിട്ട് തന്നെ. അങ്ങനെ അദ്ദേഹം ഈ അച്ചാറ് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു കമ്പനി ഇന്ന് വലിയ രീതിയിൽ കമ്പനിയായി വളർന്നു. അദ്ദേഹം സമൂഹത്തിൽ ചെയ്ത ഒരു കാര്യം എന്താ അറിയാമോ, ഈ കൊടപ്പനൻ 2 രൂപ വില വെച്ച്, വെറുതെ കളയുന്ന ചീഞ്ഞു പോണ കൊടപ്പന് 2 രൂപ വില വെച്ച് അദ്ദേഹം എടുക്കുന്നു. അദ്ദേഹത്തിന് ഈ കൊടപ്പൻ കൊടുക്കുന്നവർക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തുടങ്ങി. പകുതി വിലയ്ക്ക് അതിന് സാധനങ്ങൾ അവർക്ക് കൊടുക്കും. അവരുടെ മക്കളൊക്കെ വരുമ്പോൾ, കല്യാണപ്രായം വരുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം ഇല്ല, കുറവുള്ളവർക്കാണ് അങ്ങനെ സഹായിക്കും. ഇതൊന്നും ഒരു പബ്ലിസിറ്റി പോലും പുള്ളി ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും ആളുകൾ. അപ്പൊ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു കാര്യത്തോടു കൂടി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വളരാൻ പറ്റുന്നത്. അവരുടെ കൂടി ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടുന്ന അപ്പോഴാണ്. അപ്പോൾ നമ്മൾ സ്വാർത്ഥനായിട്ട് പോകാതിരിക്കാൻ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് ഇനി അവസരമുണ്ട്, ആ മെക്കാനിക്ക് പഠിക്കാം. കാരണം അത് അദ്ദേഹത്തിന്റെ പാഷൻ ആണെങ്കിൽ ആ വഴിക്ക് തന്നെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ വിജയം ഉണ്ടാക്കാനും പറ്റും.
ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമായ സ്ഥിതിയിൽ ആ വഴി ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ ബിൽഗേറ്റ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഒരു കോളേജ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ കാർ പാർക്ക് ചെയ്യുന്ന എന്താ പറയാ അവിടെ ഇരുന്ന് ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. ആ സോഫ്റ്റ്വെയർ ഞാനും നിങ്ങളൊക്കെയാണ് കണ്ടുപിടിച്ചെങ്കിൽ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് കുറെ ആക്ടിവിറ്റീസ് നടത്തി കുറച്ച് കാശുണ്ടാക്കാന്ന് വിചാരിക്കും. ഇദ്ദേഹം അതല്ല ചെയ്തത്. ആ സോഫ്റ്റ്വെയർ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലൊന്നും എത്തിയില്ല, പക്ഷെ ബഹുഭൂരിപക്ഷം കമ്പ്യൂട്ടറുകളിലും അത് എത്തുകയും അതിന് ഒരു കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോടാനുകോടി വിറ്റു. അപ്പൊ അദ്ദേഹത്തിന് കോടാനുകോടി പണം വന്നു. അദ്ദേഹത്തിന്റെ ആ ആറ്റിറ്റ്യൂഡാണ് അവിടെ അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ കട്ടായില്ലോ. വാങ്ങിച്ച് അതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ഓരോ മേഖലയിലും അങ്ങനെയാണ്. ഒരു ഹോട്ടലോ ഒരു സംഗതിയോ ഇല്ലാത്ത ആളുകൾ ഇന്ന് ഭക്ഷണം നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുന്നു. അപ്പൊ നമ്മുടെ ഈ കഴിവും ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇത്തിരി സാഹസികത്തിന് മുതിർന്നാൽ, നമ്മൾ വളരെ പരിക്കുകളൊന്നും കൂടാതെ ഒന്നും അനങ്ങാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. കിട്ടിയ ജോലി വെച്ച് നമുക്ക് സംതൃപ്തിയോടെ ജീവിക്കാം, അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലാതെ ജീവിക്കാം. പക്ഷെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് കൂടിയാണ് അതിന്റെ പിന്നെ. താങ്ക് യു. എനിക്ക് തോന്നുന്നു വിൻസെന്റ് സാറിന് ഓക്കെ ആയിട്ടുണ്ടാവുന്നു. ഞാൻ അല്ല, അദ്ദേഹത്തിന് ഇനിയും സമയം എനിക്കിപ്പോ വൈകിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് ഇനിയും സമയം വൈകിട്ടില്ല, ഇനിയും പോകാൻ മേഖലയിലേക്ക്. കാരണം DC കിഴക്കേമുറി DC ബുക്സ് തുടങ്ങുന്നത് 60-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം അതുവരെ സാഹിത്യ സഹകരണ സംഘത്തിൽ ജോലിക്കാരനായി നിൽക്കുകയായിരുന്നു. 61-ാമത്തെ വയസ്സിലാണ് വിശ്വവിഖ്യാതനായ വിക്ടർ വ്യൂഗോ പാവങ്ങൾ എന്ന പുസ്തകം എഴുതാൻ തുടങ്ങുന്നത്. നമ്മുടെ ബൈബിള് 2 ബൈബിൾ എടുത്തു വെച്ചാലുള്ള വലിപ്പമുള്ള പുസ്തകമാണ്. ആ പുസ്തകം എഴുതി തുടങ്ങിയത് 61-ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത, അദ്ദേഹം ഒരു പീഠത്തിൽ നിന്നുകൊണ്ട് പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. അത് വായിച്ചു തീർക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നു. എനിക്കിപ്പോഴും സമയമുണ്ട് അല്ലേ സാറേ? ഞാൻ പറയുന്നു, സാർ ഒരു 1.5 വർഷം കൊണ്ട് സാർ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയുന്നു, ആ മേഖലയിൽ വലിയ വിജയം കൊയ്യാൻ പറ്റും. താങ്ക് യു സർ. ഇനിയും മറ്റാരെങ്കിലും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാം. ഏതായാലും എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനത്തിലേക്ക് എത്താൻ തോന്നുന്നു അല്ലെ? എനിക്ക് സാറിന്റെ ഇത് ആറ്റിറ്റ്യൂഡ് ഇസ് എ വെഹിക്കിൾ ആൻഡ് ഫ്യൂവൽ ഇസ് എ തോട്ട് എന്ന് പറയുന്നത് അതൊരു നല്ല സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അതുപോലെ ആ 7 സ്റ്റാർസ്, അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഭംഗിയായി ഈ കാര്യത്തെ അവതരിപ്പിച്ചു. ഞാൻ ഒഫീഷ്യലായിട്ട് നന്ദി പറയാൻ, ഇനി മറ്റാർക്കും ഒന്നും പറയാനും ചോദിക്കാനും ഇല്ലെന്ന് കരുതുന്നു. എങ്കിൽ ഒഫീഷ്യലായി ജോസഫ് സാറേ വീഡിയോയിൽ വന്നല്ലോ. ഓക്കെ, പറയൂ. സാർ എന്തോ തിന്നോണ്ടിരിക്കുക, പറയാൻ നന്ദി പറയുന്നവരാണ് പോൾ സാറാണ്. അതിന് മുമ്പ് സാറിന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോന്നാ ഞാൻ പറഞ്ഞത്. ഒന്നും പറയാനില്ല. ഓക്കെ, പാഠം കണ്ടെത്തുമ്പോഴാണ് സന്തോഷം എന്നുള്ളത്. ഞാൻ എന്റെ ലൈഫിൽ, ഞാനൊരു ടീച്ചറാവാൻ ആഗ്രഹിച്ച, പക്ഷെ ഈ ട്രഷറി പോയി കണക്ക്, സർക്കാരിന്റെ വരവ് ചെലവ് കണക്ക് എഴുതിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടല്ല, ഞാൻ കഷ്ടപ്പെട്ടാ ജോലി ചെയ്തിരുന്നത്. പിന്നെ ട്രെയിനിങ് ഫീൽഡിൽ വന്നപ്പോഴാണ് അപ്പോഴാണ് ഞാൻ സന്തോഷം കണ്ടെത്തിയത്. ട്രെയിനറായപ്പോ അത് ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് കോർഡിനേറ്റർ ആയിട്ടാണ് ആദ്യം വന്നത്. അതിനുശേഷം പിന്നെ ട്രെയിനിങ് ഫീൽഡ്. ഇപ്പോഴതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അത് 100% ലൈഫിൽ അനുഭവിച്ച് അറിഞ്ഞ ഒരാളാണ്. അതിലും താങ്ക് യു സാർ. ഏതായാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. ഇതെല്ലാരും കേൾക്കാൻ ഞാൻ എന്റെ കുറച്ച് സുഹൃത്തുക്കളെ കൂടി കയറ്റി. അപ്പൊ അവരൊക്കെ എനിക്കിപ്പോ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് കേൾക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. പറയില്ല, നന്ദി ചൊല്ലാൻ തൂക്കം ഇല്ലെന്റെ വാക്കിന് എന്നൊക്കെ പറയണ പോലെ അത് തന്നെയാണ് ഞാനിപ്പോ പറയണത്. ഓക്കെ, താങ്ക് യു സർ.
ഓക്കെ, താങ്ക് യു ശോഭന മാം. ക്ലാസ് കഴിഞ്ഞിട്ടേ പടിയാട്ടിഷ് സാറിനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഇത്രയും പേര് ആക്റ്റീവായിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുത്തെങ്കിലേ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ. നല്ല ക്ലാസ് ആയിരുന്നു, അതെ, വളരെ നല്ല ക്ലാസ്, നല്ല തീർച്ചയായും എനർജി ആയിരുന്നു. തീർച്ചയായും. അതെ കുറെ കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് വരുന്നത്. അല്ല പുസ്തകം വായിച്ചിട്ടല്ല, അത് പുസ്തകമല്ല, ഈ വെറുതെ തിയറി നെറ്റി കയറി നോക്കിയിട്ടല്ല. ഇത്രയും കാലത്തെ തന്നെ. അനുഭവങ്ങളുള്ള ഒരുപാട് അനുഭവങ്ങൾ ഗ്രന്ഥകർത്താവുന്ന നിലയ്ക്കും ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. നന്ദി പറയാൻ പ്രദീപ് സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? സന്തോഷായിട്ട് ഇങ്ങനെ പ്രദീപ് സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നോണ്ട് ചോദിച്ചതാണ്. അത് ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ വളരെ ഗംഭീരമായിട്ട് കണക്ട് ചെയ്ത് പോയി. പാഷൻ എന്താണെന്നും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കഴിവുണ്ട്, അതിനെ കണ്ടുപിടിക്കണമെന്നുള്ള സാറ് കൃത്യമായിട്ട് പറഞ്ഞു. അത് പ്രകൃതി എല്ലാ മനുഷ്യനിലും ഒരു കഴിവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചു പോവുക. കണ്ടുപിടിക്കാൻ പറ്റാത്തവര് അതേ സ്റ്റേജിൽ പോകും. ഒരൊറ്റ ചോദ്യം കൂടി, ഈ ശോഭന മാഡത്തിന് എനിക്ക് അറിയാം. മാഡം എൻലൈറ്റ് കോളേജ് കേട്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ അവിടെ? എന്താ സാറേ? എൻലൈറ്റ് കോളേജിൽ വന്നിട്ടുണ്ടോ? എൻലൈറ്റിലാ? ആ ഞാൻ പക്ഷെ അങ്ങനെ ഓർക്കണില്ല. ഓക്കെ 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 അവിടെ. ഓക്കെ, അപ്പോ അവസാനിക്കുകയാണ്. താങ്ക് യു പ്രദീപ് സാർ. അവസാനിക്കുകയാണ്. നമ്മൾ പോൾ പടിയാട്ടി സാറിനെ ക്ഷണിക്കുകയാണ്. ട്രഷററാണ് അദ്ദേഹം, KCTTU എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ. അദ്ദേഹത്തെ ഒഫീഷ്യലി നന്ദി പറയാൻ ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ്. ഔപചാരികതയുടെ പേരിലാണ് നന്ദി പറയാനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ജോഷിനെ എനിക്ക് പരിചയം POCയിൽ വെച്ചാണ്. ജോഷിയുടെ നമ്പർ സെലീന മാഡത്തിനെ ഏൽപ്പിച്ചത് ഞാനാണ്. പക്ഷേ സെലീന മാഡം അത് ആക്ച്വലി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് ജോഷി സാറിന് ഇത്രയും നല്ലൊരു പ്രഭാഷണത്തിന് ഇവിടെ കൊണ്ടുവന്നതിന് സെലീന മാഡത്തിന് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യമായി നന്ദി പറയുന്നു. ഇനി നന്ദി അർഹിക്കുന്നത് ജോർജ് തന്നെയാണ്. വളരെ വിശാലമായ ഈ മൈൻഡിന്റെ പവറുകളെ കുറിച്ച് ഇത്ര അഗാധമായിട്ട് ഒരു ചിന്തയാണ് എല്ലാത്തിനും തുടക്കം എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഈ അവതരണം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടും ഇവിടെ പ്രകടിപ്പിച്ചതിന് ജോർജ് സാറിനോട് ഞാൻ പ്രത്യേകം KCTUവിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാനും എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവരും നല്ല പ്രകാശ ഗോപുരങ്ങളായി മാറട്ടെ. താങ്ക് യു. അതുപോലെ ഞങ്ങളുടെ സെക്രട്ടറി സൈജു സിവിയറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ സന്നിധരായി ഇതിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാൻ ഇതാണ് ഇവിടുത്തെ ആവശ്യം ശരിക്കും. എന്നാൽ അത് നടപ്പില്ലാത്തതുകൊണ്ട് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറഞ്ഞോളൂ. താങ്ക് യു. സാറേ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ ഓൾട്ടർനേറ്റീവ് വെനസ്ഡേസിൽ ഇതുപോലെ ക്ലാസ്സുകൾ ഉണ്ടാവും. സാറിന് സമയമുള്ളപ്പോഴൊക്കെ കയറുക കേട്ടോ സാറേ. തീർച്ചയായിട്ടും.